Meet the editors. ഹലോ, ഗുഡ് ഈവനിങ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. തിരഞ്ഞെടുപ്പ് കാലം വിവാദങ്ങളുടെ കാലം കൂടിയാണ്. ഈ കാലയളവിൽ എതിർകക്ഷിയുടെ ആക്രമണത്തെക്കാൾ പ്രഹരമേറും സ്വന്തം തട്ടകത്തിലെ തിരിഞ്ഞുകൊത്തലുകൾക്ക്. ടേം വ്യവസ്ഥ മുതൽ സർക്കാരുകൾ തമ്മിലുള്ള താരതമ്യ പരസ്യവും പടലപ്പിണക്കങ്ങളും ഭരണപ്രതിപക്ഷ കക്ഷികൾക്ക് തലവേദനയായി മാറുകയാണ്. മൂന്നാം തവണയും ഭരണ തുടർച്ച പ്രതീക്ഷിച്ചിറങ്ങുന്ന ഇടതുപക്ഷത്തിനും എന്തുവില കൊടുത്തും ഭരണം പിടിക്കണമെന്ന ലക്ഷ്യത്തിലിറങ്ങുന്ന UDF-നെയും സംബന്ധിച്ച് വിവാദങ്ങളെ അതിജീവിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാണ് തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുന്നിലുള്ളത്. DA കുടിശ്ശിക ലഭിച്ചവർക്ക് മെസ്സേജ് അയച്ചതു മുതൽ ഉമ്മൻചാണ്ടി പിണറായി സർക്കാരുകളുടെ താരതമ്യ പരസ്യവും വയനാട് പുനരധിവാസത്തിന് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയവർക്ക് അയക്കാനിരിക്കുന്ന സന്ദേശവും ഉൾപ്പെടെ പ്രതിപക്ഷം പ്രചാരണമാക്കുമ്പോഴും വികസന പ്രവർത്തനങ്ങൾ ചർച്ചയാകുന്നുണ്ടെന്ന ആശ്വാസത്തിലാണ് സർക്കാർ. ഒടുവിൽ ആനക്കാമ്പൊയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം കൂടി കഴിയുന്നതോടെ വികസന പദ്ധതികൾ ഒരു കവചമാക്കാമെന്നതാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം. മണിക്കൂറുകളോളം വയനാട്ടിലെത്താൻ കാത്തു നിൽക്കുന്ന ജനത ഈ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ വയനാട്ടിലെത്തിപ്പെടുമെന്നുള്ള അത്ഭുതകരമായ ഒരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ആരാകും മുഖ്യമന്ത്രി എന്ന ചോദ്യം മുതൽ പുതുയുഗയാത്രയിൽ മൈക്ക് ലഭിക്കാത്തതും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും ഉയർന്നുവരുന്നതും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. എന്നാൽ മെസ്സേജ് അയച്ചതിലൂടെ ഡാറ്റ ചോർച്ച, പാർട്ടി പരസ്യങ്ങൾക്ക് സർക്കാർ പണം, സംസ്ഥാനത്തെ ചികിത്സാ പിഴവുകൾ ഉൾപ്പെടെ സർക്കാരിന്റെ വികസന ചർച്ചകളെ പ്രതിരോധിക്കാൻ നിരവധി വിഷയങ്ങൾ പ്രതിപക്ഷത്തിന്റെ കയ്യിലുമുണ്ട്. പൊതുഖജനാവിലത്തെ പൈസ എടുത്തിട്ടല്ല ഈ പറയുന്ന പൊളിറ്റിക്കൽ കമ്പാരിസന് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കാൻ പാടില്ല. സർക്കാരിന്റെ പ്രചരണങ്ങൾ തള്ളിമറിക്കുന്നുണ്ടല്ലോ. പയ്യന്നൂരിൽ വി കുഞ്ഞികൃഷ്ണനിൽ നിന്ന് ആരംഭിച്ചതാണ് CPIM-ലെ പടലപ്പിണക്കങ്ങളുടെ നീണ്ട നിര. ഉറച്ച മണ്ഡലങ്ങളിൽ തുടരുന്ന ടേം വ്യവസ്ഥയുടെ ഭാഗമായി മട്ടന്നൂരിൽ നിന്ന് KK ശൈലജയ്ക്ക് പേരാവൂരിലേക്ക് മാറേണ്ടി വരുന്നതും, തളിപ്പറമ്പിൽ ഇത്തവണ MV ഗോവിന്ദൻ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഭാര്യ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചതും, ആലപ്പുഴയിൽ G സുധാകരൻ പരസ്യമായി പാർട്ടിയോട് പിണങ്ങിയതും പാർട്ടിയെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. ഒടുക്കം വിമത കൺവെൻഷനിൽ പങ്കെടുത്ത PK ശശിയെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി പിണങ്ങാനിരിക്കുന്നവർക്ക് താക്കീത് നൽകുകയാണ് CPIM. അമിതമായ ലാളിന് കിട്ടിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ശശി പിന്നീട് പാർട്ടിക്കെതിരായി മാറാൻ ഇടവന്നത്. കലങ്ങിത്തെളിയുമോ വിവാദങ്ങൾ? ചോദ്യങ്ങൾ ഇതാണ്. വിവാദങ്ങൾ മറികടക്കുമോ എന്നുള്ളതാണ്. നമുക്കിപ്പം പിയാസുനിൽ കൂടി ചേരുന്നുണ്ട്. ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി ഡൽഹിയിൽ നിന്നും. പിയാസുനിൽ, വെരി ഗുഡ് ഈവനിങ് പിയാസുനിൽ. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയുടെ തിരിച്ചടി ആ ക്യാമ്പിനെ വല്ലാതെ ഞെട്ടിച്ചിരുന്നു. തുടരെയുള്ള വലിയ രീതിയിലുള്ള പ്രഹരമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ലക്ഷ്യയിൽ അന്ന് കനകൂലം അവതരിപ്പിച്ച റിപ്പോർട്ട്, അതിനെ തുടർന്ന് സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിഷയങ്ങളെ മുൻനിർത്തി, ആരോഗ്യവകുപ്പിനെ മുൻനിർത്തിയൊക്കെയുള്ള വലിയ വലിയ പ്രതിഷേധങ്ങൾ കേരളം കണ്ടു. ആ അർത്ഥത്തിലൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാ ഭരണം മാറാൻ പോകുന്നു എന്ന തരത്തിലുള്ളൊരു പ്രതീതി കേരളത്തിൽ സൃഷ്ടിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ പുതുയുഗയാത്ര നാളെ അവസാനിക്കാനിരിക്കെ വീണ്ടും പല ടെലിവിഷൻ ചാനലുകളുടെയും സർവേ കണക്കിലടക്കം നഷ്ടപ്പെട്ട പ്രതിച്ഛായ സർക്കാർ വീണ്ടെടുക്കാനുള്ള ശ്രമമാണോ? ഈ വിവാദങ്ങളെ മറികടന്ന്, പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ മറികടന്ന് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കൂടുതൽ പ്രതിച്ഛായ മിനുക്കാനുള്ള ശ്രമമാണോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇപ്പോൾ പാർട്ടി വിട്ടുപോയവർ തന്നെ ഒറ്റ ദിവസത്തെ വാർത്തായുസ് മാത്രം ബാക്കി നിർത്തി പലരും തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ഒരു ഭാഗത്ത് വലിയ രീതിയിൽ പാർട്ടി പിളരുമെന്ന് കരുതിയവരാരും മഹാവിസ്മയങ്ങൾ പ്രതീക്ഷിച്ചവർക്കതൊന്നും സംഭവിക്കാത്ത സാഹചര്യം ഉണ്ടാവുന്നു. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനും അതിന് തൊട്ടുശേഷവും പിന്നാക്കം പോയ ഇടതുമുന്നണി വീണ്ടും ഒരു ശക്തമായ തിരിച്ചുവരവിൻ്റെ പാതയിലാണോ? പ്രിയാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ കട്ടയ്ക്ക് എന്ന മട്ടിലാണോ പോക്ക്? വിവാദങ്ങളെ മറികടക്കുമോ? LDF സർക്കാർ ഇപ്പോൾ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഈ LDF സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം എന്നല്ല, ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി സർക്കാർ ഉയർത്തി കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ
ഭരണ നേട്ടമാണ്. അങ്ങനെ ഉയർത്തി കാണിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതാണ് സർക്കാർ അവകാശപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങളും പ്രചരണവുമാണ് നമ്മളിപ്പോൾ എല്ലായിടത്തും കാണുന്നത്. അത് സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, പത്രങ്ങളിലായിക്കോട്ടെ, ടെലിവിഷൻ ചാനലുകളിലായിക്കോട്ടെ, സർക്കാർ നടത്തിയ വികസനങ്ങൾ. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട വിഷയം, പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ആയുധം എന്ന് തന്നെ നമുക്ക് പറയാം പ്രതിപക്ഷത്തിനെതിരെ. ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും വലിയ അഴിമതി കഥകൾ, വലിയ അഴിമതി ആരോപണങ്ങൾ അതിങ്ങനെ തിളച്ചു മറിയുന്നതിനിടയിലാണ് തെരഞ്ഞെടുപ്പുകൾ നടക്കാറുള്ളത്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ നമ്മൾ ഏത് തെരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാലും അത് നമുക്ക് കാണാൻ കഴിയും. 2000-ൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ, 2003-ലും 2004-ലുമൊക്കെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉയർന്ന വലിയ അഴിമതി ആരോപണമായിരുന്നു സൈൻ ബോർഡ് അഴിമതി എന്നത്. 700 കോടി രൂപയുടെ അഴിമതിയാണ് അന്ന് പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചത്. അത് പിന്നീട് കേരളത്തിൽ വലിയ വിവാദമായി തുടർന്നു. പിന്നീട് അത്തരം അഴിമതി ആരോപണങ്ങളിൽ തിളച്ചു മറിഞ്ഞൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായപ്പോൾ ഒരു അധികാരമാറ്റം സംഭവിക്കുന്നു. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുന്നു. 2016-ൽ പിന്നീട് 2011-ൽ ഉമ്മൻചാണ്ടി സർക്കാരിന് അധികാരം കിട്ടുമ്പോൾ വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷം മാത്രമാണ് സർക്കാരിനുണ്ടായിരുന്നത്. വെറും 2 സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2011 മുതൽ 2016 വരെ കേരളം ഭരിച്ചത്. 2016-ൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം പൂർത്തിയാക്കുമ്പോൾ, കാലാവധി പൂർത്തിയാക്കുമ്പോൾ കേരളത്തിൽ ബാർക്കോഴ അഴിമതി, സിവിൽ സപ്ലൈസ് അഴിമതി, സോളാർ അഴിമതി, അങ്ങനെ ഇത്തരത്തിലുള്ള വലിയ അഴിമതി ആരോപണങ്ങളിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരുന്നു 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. ബാർക്കോഴ അഴിമതി എന്തായിരുന്നു? കേരളത്തിൽ ബാറുകളുടെ അനുമതിയുമായി ബന്ധപ്പെട്ട് അന്ന് ബിജു രമേശിനെ പോലുള്ളവർ ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് KPCC ഓഫീസിലെത്തി KPCC അധ്യക്ഷന് നേരിട്ട് പണം നൽകി എന്നതായിരുന്നു ബിജു രമേശ് ഉയർത്തിയ ആരോപണം. അതുപോലെ തന്നെ എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബുവിന് അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി പണം നൽകി എന്നതായിരുന്നു ആരോപണം. ഇതൊക്കെ വലിയ രാഷ്ട്രീയ ബോംബായി അന്ന് പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായി ഉന്നയിച്ചു. അതുപോലെ തന്നെയാണ് സോളാർ അഴിമതിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ. നിയമസഭ വളയുന്ന വലിയ പ്രതിപക്ഷ സമരങ്ങളിലേക്ക് കേരളം മാറിയ കാഴ്ചകളായിരുന്നു അന്ന് നമ്മൾ കണ്ടത്. അതുപോലെയാണ് അടൂർ പ്രകാശ്, സിവിൽ സപ്ലൈസ് മന്ത്രിയായിരുന്ന അടൂർ പ്രകാശിനെതിരെ അന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പോ നിർമ്മിക്കുന്നതിനായി 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന അഴിമതി ആരോപണം. ആ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. ആ കേസ് കേരള ഹൈക്കോടതിയിലാണ്. ആ കേസ് ചോദ്യം ചെയ്ത് അടൂർ പ്രകാശ് സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു കഴിഞ്ഞ മാസം. സുപ്രീം കോടതി പറഞ്ഞു നിരപരാധിത്വം ഹൈക്കോടതിയിൽ പോയി തെളിയിക്കൂ എന്നാണ് അടൂർ പ്രകാശിനോട് പറഞ്ഞത്. അപ്പോൾ അത്തരം അഴിമതി ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റിലാണ് അന്ന് UDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2021-ൽ പിണറായി വിജയൻ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കേരളത്തിൽ പ്രധാന അഴിമതി ആരോപണമായി ഉയർന്നു വന്നത് കോവിഡ് കിറ്റ് വിതരണത്തിലെ PPE കിറ്റ് വിതരണത്തിലെ അഴിമതി ആരോപണം അടക്കമുള്ളവയായിരുന്നു. അതുപോലെ തന്നെ സ്വർണ്ണച്ചെമ്പ്, സ്വർണ്ണക്കടത്ത്, അങ്ങനെയുള്ള അഴിമതി ആരോപണങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്ത് വലിയ ചർച്ചയാക്കാൻ അന്ന് UDF ശ്രമിച്ചിരുന്നു. പക്ഷേ 2021-ൽ അത് ജനങ്ങൾ അംഗീകരിച്ചില്ല. 2021-ൽ പിണറായി വിജയന് ഭരണ തുടർച്ച കേരളം നൽകി. 2026-ൽ മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോകുമ്പോൾ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തൊക്കെയാണ് സർക്കാരിനെതിരെ? ഒന്നാമത്തെ ആരോപണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും പുതിയത് എന്ന് പറയുന്നത്, പത്രങ്ങളിൽ നൽകിയ പരസ്യമാണ്. സർക്കാരിന് കീഴിലുള്ള PRD എങ്ങനെയാണ് 2 കാലങ്ങളിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരസ്യം നൽകുക എന്നതാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. അതാണോ PRDയുടെ പണി? അതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ചോദ്യം. PRD പറഞ്ഞത് 10 വർഷം മുൻപുള്ള സാഹചര്യങ്ങൾ ഇതാണ്. അതുമായി ബന്ധപ്പെട്ട് വന്ന പത്രവാർത്തകൾ ആദ്യം നൽകുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളിലൊക്കെ തന്നെ ഈ പരസ്യം വന്നു. 2ാമത്തെ പേജിൽ വന്നത് ഈ കാലത്ത് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചുള്ള വാർത്തകളായിരുന്നു. അപ്പോൾ 10 വർഷം മുൻപുള്ള സാഹചര്യവും 10 വർഷത്തിന് ശേഷമുള്ള സാഹചര്യവും വിവരിച്ചുകൊണ്ട് വന്ന പരസ്യം വലിയ വിവാദമായി പ്രതിപക്ഷം ഉയർത്തുന്നു. 2ാമത്തെ വിവാദമാണ് നവകേരള സർവേ എന്ന് പറയുന്ന വിവാദം. നവകേരള സർവേ എന്ന് പറയുന്ന ഒരു വിവാദം പിന്നീട് സുപ്രീം കോടതി വരെ പോയി. സുപ്രീം കോടതി ആ കേസിൽ സംസ്ഥാന സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് അതേക്കുറിച്ചൊരു പഠനം നടത്താൻ സാധിക്കാത്തത്, അതിന് എന്താണ് തടസ്സം എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിനോട് ആ സർവേയുമായി മുന്നോട്ട് പോകാൻ ആവശ്യപ്പെട്ടു. 3ാമത്തെ വിവാദം എന്ന് പറയുന്നത് DA കുടിശ്ശിക അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് മുഖ്യമന്ത്രി അയച്ചൊരു സന്ദേശമാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ പരിശോധിക്കുമ്പോൾ നാലാമത്തെ വിഷയം സ്വാഭാവികമായും സ്വർണ്ണക്കൊള്ളയാണ്. പക്ഷേ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് നമുക്കറിയാലോ, കഴിഞ്ഞ 10-15 വർഷമായി നടന്ന ഒരു സ്വർണ്ണക്കൊള്ള പരമ്പരയായിരുന്നു അത്. ആ സ്വർണ്ണക്കൊള്ള ഇപ്പോൾ വലിയ വിഷയമായി കേരളത്തിൽ UDF ഉയർത്തുന്നില്ല എന്നതും ഏറ്റവും ശ്രദ്ധേയമായ വിഷയമാണ്. ഏതായാലും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പുതിയ 3 ആരോപണങ്ങൾ, സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള 3 ആരോപണങ്ങളും സാങ്കേതിക വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. അത് PRD പരസ്യത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, നവകേരള സർവേയുടെ കാര്യത്തിലായിക്കോട്ടെ, 3 മുഖ്യമന്ത്രി അയച്ച മെസ്സേജിന്റെ കാര്യത്തിലായിക്കോട്ടെ, സാങ്കേതിക വിഷയങ്ങളാണ് ഇവിടെയെല്ലാം പ്രതിപക്ഷം ഉയർത്തിയിട്ടുള്ളത്. വസ്തുതാപരമായ കാര്യത്തിൽ പ്രതിപക്ഷത്തിന് അക്കാര്യങ്ങൾ നിഷേധിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഉണ്ടാവുകയാണ്. ഈ PRD നൽകിയിട്ടുള്ള ഈ പരസ്യം തന്നെ പരിശോധിച്ചാൽ 10 വർഷം മുൻപുള്ള പത്രങ്ങളിലെ ഉള്ളടക്കം, പത്രങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകൾ ഉയർത്തിക്കാണിച്ചുകൊണ്ട് PRD നൽകിയിട്ടുള്ള പരസ്യം എന്ന് പറയുന്നതാണ്, കേരളത്തിൽ ഇതാ ലോഡ് ഷെഡിംഗ് വരാൻ പോകുന്നു, കേരളത്തിലെ 40% സ്കൂളുകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ, KSRTC അടച്ചുപൂട്ടലിന്റെ വക്കിൽ. ഇതൊക്കെ അന്നത്തെ കാലത്ത് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാർ, കേരളത്തിൽ മന്ത്രിമാരായിരുന്നവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് സംബന്ധിച്ച വാർത്തകളാണ് നൽകിയത്. അപ്പോൾ ഇത് പിന്നീട് 2ാം പേജിൽ നൽകുന്ന വാർത്ത എന്ന് പറയുന്നത് ഇപ്പോൾ കേരളത്തിൽ KSRTC ഉണ്ടാക്കുന്ന നേട്ടങ്ങൾ, അതുപോലെ തന്നെ ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, അതുപോലെ സ്കൂളുകളുടെ കാര്യത്തിൽ വന്നിട്ടുള്ള വികസനം, ഇതൊക്കെയാണ് പ്രധാനമായും 2ാമത്തെ പേജിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ PRDക്ക് ഇങ്ങനെ പരസ്യം നൽകാൻ കഴിയുമോ എന്ന ഒരു സാങ്കേതിക ചോദ്യം, നിയമപരമായ ചോദ്യം പ്രതിപക്ഷം ഉയർത്തുകയാണ്. ഏതായാലും അതിൽ നിയമപരമായ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നിൽക്കുമ്പോഴും വസ്തുതാപരമായ കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിഞ്ഞിട്ടില്ല എന്നതാണ് എൻ്റെ ടേക്ക്. കാരണം നമുക്കറിയാലോ, ഈ നിയമസഭാ സമ്മേളനം, ഈ സർക്കാരിൻ്റെ കാലത്തെ ഏറ്റവും അവസാനത്തെ നിയമസഭാ സമ്മേളനം സമാപിക്കുന്ന ദിവസം മന്ത്രി P. രാജീവ് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഒരുപക്ഷെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്ന ഒരു ചോദ്യമായി ഞാൻ അതിനെ വിലയിരുത്തും. കാരണം ഒരു മന്ത്രി കാലാവധി പൂർത്തിയാക്കുമ്പോൾ ആ സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിൽ നിന്ന് ചോദിക്കുകയാണ്, ഈ ഭരണകാലത്ത് ഞങ്ങളുടെ മന്ത്രിസഭയിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉയർത്താൻ പ്രതിപക്ഷത്തിന് ധൈര്യമുണ്ടോ, അതിന് സാധിച്ചിട്ടുണ്ടോ എന്നതാണ്. ആ ചോദ്യത്തിന് മറുപടി പോലും നൽകാതെ K. ബാബുവിന്റെ നേതൃത്വത്തിൽ അന്ന് UDF അംഗങ്ങളൊക്കെ തന്നെ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിലാണ് കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ശരിയാണ്, വലിയ പരസ്യങ്ങൾ, അതുപോലെ തന്നെ വലിയ PR, ഇതൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി എല്ലാവരും നടത്തുന്നുണ്ട്. അതിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നായാലും വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 3 ദിവസം മുൻപ് കേരളത്തിലെ എല്ലാ മലയാള പത്രങ്ങളിലും ഒരു പരസ്യം വന്നു. തെലങ്കാന സർക്കാരിന്റെ പരസ്യമാണ് വന്നത്. ആ തെലങ്കാന സർക്കാരിന്റെ പരസ്യം എന്ന് പറയുന്നത് തെലങ്കാനയിൽ 1 കോടി സ്ത്രീകളെ കോടീശ്വരിമാരാക്കി എന്നുള്ളതായിരുന്നു തെലങ്കാന സർക്കാരിന്റെ പരസ്യം. ആ പരസ്യം കേരളത്തിൽ മാത്രമേ വന്നിട്ടുള്ളൂ, മലയാള പത്രങ്ങളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. തെലങ്കാനയിലെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുള്ള പരസ്യമാണ് കേരളത്തിലെ മലയാള പത്രങ്ങളിൽ നൽകിയത് അവിടുത്തെ കോൺഗ്രസ് സർക്കാർ. എന്തിനാണ് കേരളത്തിലെ മലയാള പത്രങ്ങളിൽ തെലങ്കാന സർക്കാർ നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച്, സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കുന്ന വികസന പദ്ധതികളെക്കുറിച്ച് തെലങ്കാന സർക്കാർ കേരളത്തിലൊരു പരസ്യം നൽകുന്നത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിന്റെ ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയ പ്രചരണം നടത്താൻ തെലങ്കാന സർക്കാരിന്റെ പരസ്യം ഉപയോഗിക്കാം. അതേസമയം കേരളത്തിൽ കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ വിശദീകരിക്കാനും മുൻകാലങ്ങളിലെ സാഹചര്യങ്ങൾ പറയാനും കേരള സർക്കാരിന്റെ നികുതിപ്പണം ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കേണ്ട വിഷയമാണ്. ജനങ്ങൾ ഇക്കാര്യം കൃത്യമായി വിലയിരുത്തും. കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അത് ഓരോ തെരഞ്ഞെടുപ്പിലൂടെ അവരത് തെളിയിച്ചതുമാണ്. ഏതായാലും ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ സർക്കാരിന് പറയാനുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഴിമതി ആരോപണങ്ങൾക്കപ്പുറത്ത്, ഇത്തരം സാങ്കേതിക വിവാദങ്ങൾക്കപ്പുറത്ത് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തില്ല എന്ന കാര്യം വളരെ കൃത്യമായി ഒരു വൈറ്റ് പേപ്പർ ഇറക്കി പോകാൻ ഈ സർക്കാരിന് കഴിയുന്നു എന്നത് തീർച്ചയായും LDF സർക്കാരിൻ്റെ ഒരു നേട്ടം തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വയനാട് ചൂരൽമല ദുരന്തത്തിൽപ്പെട്ട ദുരന്തബാധിതർക്ക് വീട് നൽകാൻ കഴിഞ്ഞു എന്നത്. അപ്പോൾ തറക്കല്ലിട്ട ആ പദ്ധതി പൂർത്തിയാക്കിക്കൊണ്ട് 178 പേർക്ക് അവിടെ വീട് നൽകിയ ശേഷമാണ് ഈ സർക്കാർ
കാലാവധി പൂർത്തിയാക്കി പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതൊക്കെ വലിയ നേട്ടമാക്കാൻ കഴിയും എന്ന് ഏതായാലും LDF സർക്കാരും CPIയും ഒക്കെ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം ഇതിൽ ഒരുപാട് ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തി മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് സർക്കാരിൻ്റെ ഈ നേട്ടങ്ങൾക്കപ്പുറത്ത് സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു എന്നൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഏതായാലും ഏതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിലൊന്നും കണ്ടിട്ടുള്ള തരത്തിലുള്ള വലിയ വിവാദങ്ങൾ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണാൻ കഴിയുന്നില്ല എന്നതാണ് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഓക്കെ, താങ്ക് യു. സുനിലാണ് നമുക്കിപ്പം ചേർന്ന് വിവാദങ്ങൾ മറികടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആൻഡ്രൂ അഗസ്റ്റിൻ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു 40-45 ദിവസം കഷ്ടി, പരമാവധി 45 ദിവസമേ ഉള്ളൂ. അടുത്ത ഏപ്രിൽ 15-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പ് നടക്കാം. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗ്രാഫ് സർക്കാർ ഉയർത്താൻ ശ്രമിക്കുന്നു. തുടരെ ഫ്ലഡ് ചെയ്യാണ്, PR വെച്ചുകൊണ്ട് തന്നെയുള്ള പരസ്യങ്ങൾ ഫ്ലഡ് ചെയ്യുന്നു. എന്താണോ സർക്കാർ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുന്നു. അതേസമയം പ്രതിപക്ഷം കൊണ്ടുവന്ന പല വിവാദങ്ങളും ഒന്നുകിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനമേൽക്കുന്നു, അതല്ലെങ്കിൽ പിന്നീട് അവർക്ക് ഉയർത്താൻ പറ്റാത്ത വിധത്തിൽ സ്വർണ്ണക്കൊള്ളയടക്കം വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു പ്രതികരണവും നമ്മൾ കേൾക്കുന്നില്ല. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ തൊടാൻ പറ്റുന്നില്ല പ്രതിപക്ഷത്തിന്, ഒരു വാക്ക് പോലും പറയാൻ പറ്റുന്നില്ല. അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റുന്നില്ല. വിവാദങ്ങൾ മറികടക്കുമോ സർക്കാർ? കേരളത്തിലെ ജനങ്ങൾക്ക് പരിചിതമില്ലാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുടർഭരണം എന്ന് പറയുന്നത്. കാരണം ഓരോ 5 വർഷം കൂടുമ്പോൾ സർക്കാർ മാറി വരിക എന്നുള്ളതാണ്. ഈ തുടർഭരണം വന്നാലുള്ള ഗുണം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നോക്കുന്നത് കേരളത്തിലെ വികസനമായിരുന്നല്ലോ. കാരണം വളരെ ജനസാന്ദ്രതയുള്ള സ്ഥലമാണ്, വളരെ ഭൂമിക്ക് വില കൂടിയ സ്ഥലമാണ്. അപ്പോൾ കേരളത്തിൽ വികസനം കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയ പണിപ്പെട്ട ഒരു ജോലിയാണ്. അങ്ങനെ വലിയ രീതിയിൽ വികസനം കൊണ്ടുവരാൻ കഴിയില്ല എന്നെല്ലാമാണ് പൊതുവേ കേരളത്തെക്കുറിച്ച് പുറത്ത് പറയുന്നത്. കേന്ദ്രം വരെ അങ്ങനെയാണ് പറയുന്നത്. കാരണം കേരളത്തിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങൾ വരാൻ കഴിയത്തില്ല, വലിയ റോഡുകൾ ചെയ്യാൻ കഴിയത്തില്ല, കാരണം അതിന് സ്ഥലത്തിന് വില കൂടുതലാണ്. അപ്പം ഒരു വികസനവും നടത്താൻ കേരളം പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് കേരളത്തെ അവഗണിച്ചിട്ടിരുന്ന ഒരു സ്ഥലത്താണ് ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ 10 വർഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ട വർഷങ്ങളുണ്ടാവില്ല. കാരണം 2018 എന്താ പറയുക, വെള്ളപ്പൊക്കം വരുന്നു, അത് കഴിഞ്ഞ് കോവിഡ് വരുന്നു, അത് കഴിഞ്ഞ് ഓക്കി വരുന്നു, അത് കഴിഞ്ഞിട്ട് വയനാട് ദുരന്തം വരുന്നു. അങ്ങനെ ഇതെല്ലാം കേരളത്തെ ഒന്നടക്കം പിടിച്ച് കുലുക്കിയതാണ്. കാരണം ഈ പറയുന്ന ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കേരളം അപ്പാടെ മുങ്ങിപ്പോയതാണ്. അവിടുന്ന് ഇത്രയും തിരിച്ചടികൾ നേരിട്ടിട്ടും ഇത്രയും പ്രകൃതി ദുരന്തങ്ങൾ നേരിട്ടിട്ടും കേരളം പോലൊരു സംസ്ഥാനം വേറെ ഒരു സഹായവുമില്ലാതെ പിടിച്ചു നിന്നു എന്നുള്ളത് കൊണ്ടാണ്. കാരണം അതിനൊരു നേതൃത്വം ഉണ്ടായിരുന്നു. ആ നേതൃത്വത്തിൻ്റെ ഒരു എന്താ പറയുക, ആ നേതൃത്വം പറയുന്നത് പോലെ കേരളം ഒരൊറ്റ മനസ്സോടുകൂടി ചലിച്ചു എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ്റെ 2ാമത്തെ ടേമിൻ്റെയൊക്കെയുള്ള തുടക്കം എന്ന് പറയുന്നത്. അപ്പോൾ 21-ൽ 2ാമത് വരുന്ന സമയത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഈ പറഞ്ഞ ദുരന്തങ്ങളിൽ നിന്ന് കരകയറിയതിനേക്കാൾ അപ്പുറം കേരളത്തിൽ വികസനം കൂടി മുന്നോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ വികസനത്തെ ഒന്നും നമ്മൾ ഈ പറയുന്ന 2026 ആകുമ്പോഴത്തേക്കും ഇങ്ങനെ ദുരന്തം ഉണ്ടായതുപോലും നമ്മുടെ മനസ്സിലില്ലാത്ത അവസ്ഥയെത്തി എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അപ്പം അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറയുന്ന ചൂരൽമല മുണ്ടക്കൈ ദുരന്തം എന്ന് പറയുന്നത്. കേരളത്തിൽ നമ്മൾ കണ്ടത് ഏറ്റവും വലിയ ദുരന്തമാണ്. അവിടെ പോയി നമ്മളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണല്ലോ. അപ്പം അതിൻ്റെ ഒരു വിഷമവും അതിൻ്റെ ഒരു ആഴവും നമ്മൾ മനസ്സിലാക്കിയതാണ്. അവിടെ നിന്ന് അതൊരു കണ്ണീരിൽ നിന്ന് ഒരു പുഞ്ചിരിയിലേക്ക് മാറിയത് ഈ പറയുന്ന ആ പ്രൊജക്റ്റ് വയനാട് 178 വീടുകൾ കൊടുക്കുകയും ബാക്കി 400ഓളം വീടുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു പുഞ്ചിരിയിലേക്ക് മാറിയത് എങ്ങനെയാണ്? ആ ദുരന്തത്തെ നമ്മൾ മറക്കുന്നത് ഈ പറയുന്ന വീടുകളും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതോട് കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുക്കാനുള്ള ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിനൊരു ദീർഘവീക്ഷണം വേണമെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദീർഘവീക്ഷണമുള്ള നേതാക്കന്മാരുടെ എണ്ണം വളരെ കുറവായതുകൊണ്ടാവാം ഈ പറയുന്ന വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രൊജക്റ്റുകളെ കണ്ടിട്ടില്ല എന്നുള്ളത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഏറ്റവും നല്ല സ്ഥലം കണ്ട് വയനാട്ടിലെ ഏറ്റവും സ്ഥലം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. അവിടെ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം കണ്ടെത്തുകയും അവിടെ ഈ പറയുന്ന ഒരു പുതിയ ചൂരൽമല അവിടെ ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചു, അത് വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇതുപോലെയാണ് ഓരോ പ്രവൃത്തിയും നമ്മൾ കാണേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാഷണൽ ഹൈവേ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു നാഷണൽ ഹൈവേ കൊണ്ടുവരണമെങ്കിൽ 45 മീറ്റർ റോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നാഷണൽ ഹൈവേ പണിയാൻ പറ്റുള്ളൂ എന്ന് കേന്ദ്രം പറയുകയും നമ്മുടെ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞുകൊണ്ട് നമുക്ക് മാക്സിമം എടുത്തു തരാൻ പറ്റുന്നത്
35 മീറ്റർ മാത്രമാണ് എന്ന് പറയുകയും ചെയ്യണം. അപ്പോൾ 35 മീറ്ററിൽ നാഷണൽ ഹൈവേ പണിയാൻ പറ്റില്ല എന്ന് കേന്ദ്രം പറയുകയാണ്. അങ്ങനെ ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് പറയുകയാണ്, ഉമ്മൻചാണ്ടി സർക്കാർ പറയുകയാണ് 35 മീറ്ററിലാണെങ്കിലേ ഇത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ 15 വർഷം കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് നടക്കാൻ പോകുന്നില്ല എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞിട്ട് ആ പ്രൊജക്റ്റ് അവിടെ ഉപേക്ഷിക്കുകയാണ്. അവിടെയാണ് കിഫ്ബിയിൽ നിന്ന് 6000 കോടി രൂപ മുടക്കി കേരളത്തിലുള്ള മുഴുവൻ ഹൈവേക്ക് വേണ്ട സ്ഥലം മുഴുവൻ ഏറ്റെടുത്ത് കേന്ദ്രത്തിന് കൈമാറിയിട്ട് പറയും ഇനി നിങ്ങൾ പണിയൂ എന്ന് പറയുന്നത്. അങ്ങനെ ഏകദേശം ഒരു 5 വർഷം കൊണ്ട് കേരളത്തിൽ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പൂർത്തിയാകുകയാണ്. 45 മീറ്ററിലാണെന്ന് ഓർക്കണം. അതിൻ്റെ ഒരു 80% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നു. ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്ന് പറയുന്നത് സമരങ്ങളുടെ ഭാഗമായി ഇങ്ങനെ കൂട്ടിക്കിടന്ന ഒരു സംവിധാനം അത് പൂർത്തീകരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം വികസനത്തിന് അനുയോജ്യമായ സ്ഥലമാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ച ഒരു സർക്കാരാണ് സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ സർക്കാർ എന്നുള്ളത്. അത് നമ്മൾ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് ഉള്ളതാണ് എന്നുള്ള കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഞാൻ പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിലെ 1ാം സ്ഥാനത്തെത്തി എന്ന് പറയുമ്പോൾ പല ആരോപണങ്ങളും പ്രതിപക്ഷം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത കാലത്തായിട്ട് ഒരു ഫാക്ടറിയിലേക്ക് സമരം നമ്മൾ കാണുന്നില്ലല്ലോ, ഒരു സ്ഥലത്തും ഫാക്ടറിയിൽ പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നില്ലല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായി രാജീവ് മിനിസ്റ്റർ വന്നതിന് ശേഷം നമ്മൾ കാണുന്നില്ലല്ലോ. വലിയ രീതിയിലുള്ള ഈ വ്യവസായ വികസനം കേരളത്തിൽ നടന്നല്ലോ. എത്രയോ കുത്തക കമ്പനികൾ കേരളത്തിൽ വന്നു അവരുടെ പ്രൊജക്റ്റുമായി മുന്നോട്ട് പോകുന്നു. അപ്പം ഇതുപോലെയുള്ള പ്രൊജക്റ്റുകൾ, അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട പ്രൊജക്റ്റാണ് വിഴിഞ്ഞം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അത് പൂർത്തീകരിച്ചു, അതിൻ്റെ സ്റ്റേജിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട ഒരു പദ്ധതിയാണ് കണ്ണൂർ വിമാനത്താവളം. കാരണം വെറും മണ്ണിൽ വിമാനം ഇറങ്ങിയത് നമ്മൾ കണ്ടതാണ് അല്ലേ. അന്ന് ഏതോ ഒരു ചാർട്ടർ ഫ്ലൈറ്റ് എങ്ങാണ്ട് കൊണ്ടുവന്ന് മണ്ണിലിറക്കി പൊടി പറന്ന് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ആ പ്രൊജക്റ്റ് മാറി ഒരു അതിഗംഭീരമായ വിമാനത്താവളം. വലിയ വിമർശനം, ഏത് പ്രതികൂല സാഹചര്യത്തിലും ഇറക്കാൻ കഴിയുന്ന വിമാനമാണ് കൊണ്ടുപോയി. അതെ. അപ്പം കണ്ണൂരിലൊരു വിമാനത്താവളം നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉയർത്തെഴുന്നേൽ നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ് നമ്മളെപ്പോഴും അഹങ്കരിക്കുന്നതും നമ്മുടെ എപ്പോഴും മുന്നോട്ട് നിൽക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിൽ 1ാം സ്ഥാനത്താണ്, കേരളത്തിലല്ല ലോകത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരെന്നുള്ളതാണ്. ആ സ്ഥലത്താണ് നമ്മൾ എവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ 45% വരുന്ന സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരുന്നത്, സർക്കാർ സ്കൂളാണെന്ന് ഓർക്കണം കേട്ടോ, അത് പൂട്ടിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും ഒരു സ്കൂളുകൾ പോലും പൂട്ടാതെ എന്ത് സംഭവിച്ചു, 111 പുതിയ സ്കൂളുകൾ കേരളത്തിൽ പണിതു, 45,000 ഹൈടെക് ക്ലാസ് മുറികൾ കേരളത്തിൽ പണിതു എന്നുള്ളത്. അതെല്ലാം എവിടെയാണ്, സർക്കാർ സ്കൂളുകളിലാണെന്ന് ഓർക്കണം. അപ്പോൾ ഇതുപോലെയുള്ള വലിയ വികസനം നമ്മൾ കേരളത്തിൽ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ വികസനങ്ങളെ നമ്മൾ കണ്ണടച്ചിട്ട് ഇരുട്ടാക്കി ഇല്ല എന്ന് പറഞ്ഞാൽ കാര്യമില്ല. ഞാൻ പറയുന്നത് ഈ PRDയുടെ PRD പരസ്യം ചെയ്തിരുന്നതിനെ കുറിച്ചിട്ടല്ല. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള കാര്യം ജനങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടത് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് കാലത്തിൽ അത്യാവശ്യമാണ്. അപ്പോൾ അത്യാവശ്യത്തിൽ എന്താണ് പറയുന്നത്, 2011 തുടങ്ങി 2016 വരെ കേരളത്തിൽ പവർ കട്ട് ഉണ്ടായിരുന്നു. ഇല്ല എന്ന് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. കേരളത്തിൽ പവർ കട്ട് ഉണ്ട്. 1 മണിക്കൂർ പവർ കട്ട് ഉണ്ടായിരുന്നു. അത് രാവിലെയും വൈകുന്നേരമാണ്. 200 യൂണിറ്റിന് മേലെ ഒരു വീട്ടിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സമയമാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ദിവസം പോലും പവർ കട്ടില്ലാത്ത ഒരു 10 വർഷം മുന്നോട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ KSRTC സംബന്ധിച്ച് നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നതും സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന സംവിധാനം KSRTC ആണ്. കാരണം കുന്നുകളിലേക്കും മലകളിലേക്കൊന്നും പ്രൈവറ്റ് ബസ്സുകളില്ല. അവിടേക്ക് സാധാരണക്കാർ ഉപയോഗിക്കുന്ന KSRTC ആണ്. ആ KSRTC പൂട്ടാൻ പോവുകയാണ്. KSRTC 16,000 വരുന്ന സാധാരണക്കാർക്ക് അവിടുത്തെ തൊഴിലാളികൾക്ക് ശമ്പളമില്ല, അവർക്ക് ബോണസ് കിട്ടുന്നില്ല, അവർക്ക് ഓണത്തിന് പോലും ബോണസ് കിട്ടിയില്ല. എത്രയോ സമരമാണ് നമ്മൾ ആ സമയത്ത് കണ്ടു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ KSRTC തന്നെ ഹൈടെക്കായി, ബസ്സുകൾ ഹൈടെക്കായി. പ്രധാനപ്പെട്ട ബെൻസിൻ്റെയും വോൾവോയിൻ്റെയും അതുപോലെ തന്നെ പുതിയ ബസ്സുകൾ KSRTC തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്ന അവസ്ഥയിലേക്ക് മാറി. കേരളത്തിലെ എല്ലാ KSRTC ജീവനക്കാർക്കും 1-ാം തീയതി ശമ്പളം കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. അതുപോലെ തന്നെ അവർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്നു. സമരങ്ങളില്ലാതായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് അതിൻ്റെയൊക്കെ വിജയം എന്ന് പറയുന്നത് എങ്ങനെയാണ്. അതൊക്കെ വിജയം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ വിജയം എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് കേരളത്തിലെ 1ാം പിണറായി വിജയൻ സർക്കാർ, 2ാം പിണറായി സർക്കാർ ഞാൻ കണ്ട ഒരു കാര്യം, കേരളത്തിലെ 2 ടേം പൂർത്തിയാക്കിയിരിക്കുന്ന എല്ലാ MLA-മാരോടും മാറി നിൽക്കാൻ പറഞ്ഞു. മനസ്സിലായോ എന്ന് പറഞ്ഞാൽ പകുതിയിൽ കൂടുതൽ വരുന്ന മന്ത്രിമാർ മാറിയുന്നു. ഏത് KN ബാല, നമ്മുടെ തോമസ് ഐസക്കിനെ പോലെ, ശൈലജ ടീച്ചറെ പോലെയൊക്കെ പ്രധാനപ്പെട്ട റോളുകൾ വഹിച്ചിരുന്ന ഏറ്റവും പെർഫോം ചെയ്ത മന്ത്രിമാർ മാറി നിന്നിട്ട് പുതുമുഖങ്ങൾ വന്ന് മത്സരിച്ചു. ആ സമയത്ത് 99 സീറ്റിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ 2ാമത്തെ ടൈമിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു വലിയ രീതിയിൽ അത് ഈന്തപ്പഴത്തിൽ സ്വർണം കടത്തുന്നു, പിന്നെ സ്വർണ്ണം ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങളുടെ ഒരു ശരം തന്നെ ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. എന്താ പറയുക, ആരോപണങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു ആ സമയത്ത്. ഈ ആരോപണം എല്ലാം ജനങ്ങളെടുത്ത് അട്ടിക്ക് വെച്ചു എന്നുള്ളതാണ്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. ആ രമേശ് ചെന്നിത്തലയാണ് സത്യം പറഞ്ഞാൽ സർക്കാരിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചത് മുഴുവൻ. ഈ 2021 തുടങ്ങി 26 വരെയുള്ള കാലയളവിൽ ഏതെങ്കിലും അവിടെ അഴിമതി ആരോപണം ഉണ്ട്, ഒന്നും വിജയിച്ചില്ല എന്നുള്ളത് മാത്രമല്ല, എല്ലാ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എടുത്ത് പള്ളി കളഞ്ഞു. അല്ലെങ്കിൽ CBI അന്വേഷണം വന്നു, ED അന്വേഷണം വന്നു, ഒന്നും തെളിയിക്കാൻ പറ്റാതെ അതെല്ലാം പൊളിഞ്ഞ് പാളീസായി. 2021 തുടങ്ങി 26 വരെയുള്ള കാലയളവിൽ എന്താ സംഭവിച്ചത്? ഒരാൾക്കെതിരെ ഒരു അഴിമതി ആരോപണം പോലും പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു മന്ത്രി ഇത്ര പണം വാങ്ങി, അല്ലെങ്കിൽ ഒരു സ്വജനപക്ഷപാതം നടത്തി, അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ നടത്തി, അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാരെ നടത്തി എന്നുള്ള ഒരു സംവിധാനവും ഇല്ല. എല്ലാവർക്കെതിരെ ശക്തമായ രീതിയിൽ നടപടി സ്വീകരിച്ച് പോകുന്ന ഒരു സർക്കാരായി മാറി. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് സർക്കാർ മാറുകയും സർക്കാരിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു പ്രതിപക്ഷമായി മാറി എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം, അപ്പം ഈ 11 തുടങ്ങി 16 വരെയുള്ള കാലത്തും 16 തുടങ്ങി 26 വരെയുള്ള 10 വർഷവും കാലം തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ സമയത്ത് ഒരു ഇരുണ്ട കാലം ഉണ്ടായിരുന്നു. ഈ ഇരുണ്ട കാലം എന്ന് പറയുന്നത് വികസനമില്ലാത്ത കാലമാണ്. ആ വികസനത്തിൻ്റെ കാലത്തിൻ്റെ അത് കോടിക്കണക്കിന് രൂപയുടെ PRD പരസ്യം, 158 കോടി രൂപ 5 വർഷത്തേക്ക് PRD പരസ്യത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നു. ആ സ്ഥലത്ത് അത് കഴിഞ്ഞ് വന്ന അധികാരത്തിൽ വന്ന സർക്കാർ വെറും 158 കോടിയിൽ നിന്നും 110 കോടിയിലേക്ക്, അല്ല 118 കോടിയിലേക്ക് കുറേ 40 കോടി രൂപയുടെ വ്യത്യാസം കുറവ് PRD പരസ്യം ചെയ്ത സർക്കാരാണ് ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിനോടൊപ്പം തന്നെ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇത് കോൺഗ്രസിനോട് അനുകൂലമായി നിന്നിരുന്ന മാധ്യമങ്ങൾക്ക് പണം എത്തിക്കേണ്ട കുറുക്ക് വഴികൾ, ഞാൻ അതിനകത്ത് PRDയുടെ ഒരു കണക്കെടുത്ത് നോക്കിയായിരുന്നു. അപ്പം പിന്നെ ഒരു കോളം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നിട്ടാണ് പ്രധാനപ്പെട്ട പത്രങ്ങൾക്കെല്ലാം പരസ്യം കൊടുത്തിരുന്നത്. അത് മാറ്റിയിട്ട് കോളം സ്ക്വയർ ആക്കി. കോളം സ്ക്വയർ ആക്കുമ്പോൾ ഒരു ചെറിയ പത്രങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 4 ഇരട്ടി കിട്ടും ഈ പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക്. അപ്പം അങ്ങനെ ഒരു സംവിധാനമാക്കി 2 പത്രങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾക്ക് മാത്രം പൈസ കൊടുത്തു. അപ്പം അന്നത്തെ പത്രത്തിൻ്റെ കമ്പനി ഓണേഴ്സ് എല്ലാം കൂടി ചെന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്യാൻ നടപടിയല്ല, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ ഒരു കാലമുണ്ട് 2011. കാരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പത്രങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് വരെ അന്നത്തെ UDF സർക്കാർ കൈകാര്യം ചെയ്തിരുന്നു. അതുകൊണ്ട് ആ പത്രങ്ങളെല്ലാം ഇന്നത്തെ കാലത്ത് UDF വരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. കാരണം ആ കാലം അവർക്ക് സുവർണ്ണകാലമാണ്. UDFിൻ്റെ കാലത്തെ സുവർണ്ണകാലമാണ് ഈ 2011 തുടങ്ങി 16 വരെ. ആ പത്രങ്ങൾക്ക് മാത്രം, കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങൾക്ക് ഞാൻ പറയത്തില്ല, ആ പത്രങ്ങൾക്കും ആ മാധ്യമങ്ങൾക്ക് മാത്രം. ആ മാധ്യമങ്ങൾ കേരളത്തിലെ ഉമ്മൻചാണ്ടി UDF സർക്കാരിനെ കൊണ്ടുവരാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞ പോലെ ഈ തെലുങ്കാനയിൽ നിന്നും ഈ കേരളത്തിൽ പരസ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാന സർക്കാർ കേരളത്തിലേക്ക് കാർഡ് റേറ്റ് ഇട്ട് പരസ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒരു പരസ്യമല്ല, 2 പരസ്യമല്ല, 3 പരസ്യം, 6-8 കോടി രൂപ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഇലക്ഷന് വേണ്ടിയിട്ടാണ്. ഇത് ഞങ്ങളുടെ കയ്യിൽ ഭരണമില്ലാത്ത സമയത്ത് പോലും ഞങ്ങളുടെ കയ്യിൽ ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പണം തരുന്നു. മനസ്സിലായോ? നിങ്ങൾക്ക് ഇവിടെ പിണറായി വിജയൻ സർക്കാർ പണം തരുന്നുണ്ടോ എന്നുള്ള താരതമ്യത്തോടു കൂടിയാണ് പറയുന്നത്. റിപ്പോർട്ടർ TVന് ഇന്നത്തെ ഒരു വലിയ രസം കേട്ടോ. എന്താണെന്നറിയോ? റിപ്പോർട്ടർ TVക്ക് പിന്നെ ഇലക്ഷൻ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കാരണം? ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമാക്കുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ് മുന്നണികൾ. എന്തുകൊണ്ടാണ് മുന്നണി തീരുമാനിക്കാൻ കാരണം എന്താണ്? ഇവർക്ക് വേണ്ടി കൊള്ളൂത്ത് നടത്തുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിഷ്പക്ഷമായ മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ പണമില്ല, നിങ്ങൾക്ക് പരസ്യം തരാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ രീതിയിലേക്ക് മാറ്റുകയാണ്. അപ്പം ഞാൻ അതിനെ എങ്ങനെ അതിനെ താരതമ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അധികാരമില്ലാത്ത സർക്കാർക്ക് വരെ പണം എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അപ്പം ഞങ്ങളുടെ അധികാരം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്തു തരാം എന്നുള്ളതാണ്. അപ്പം CPM അതിനെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ്? CPM അതിനെ കൈകാര്യം ചെയ്യുന്നത് ഒരു പ്രൊഫഷണലിസ സംവിധാനത്തോടു കൂടി ഈ CPMൻ്റെ ഒരു സൈബർ സംവിധാനം മാറി എന്നുള്ളതാണ്. ഒരു CPM കേരള എന്ന് പറയുന്ന ഒരു പേജിൽ വല്ലപ്പോഴും 1-2 വീഡിയോകൾ വന്നിരുന്ന കാലത്ത് നിന്നും 2016 തുടങ്ങി 11 തുടങ്ങി 16 വരെ ഇങ്ങനെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നെന്നും ഈ ഇരുണ്ട കാലത്തിൽ ഇങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിച്ചതെന്നും ഈ കാലത്ത് ഏതൊക്കെ അഴിമതികളാണ് നടന്നതെന്നും എല്ലാം വ്യക്തമായും ശക്തമായും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു CPMൻ്റെ സൈബർ വിങ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഈ CPMൻ്റെ സൈബർ വിങ്ങിനെ പ്രത്യേകിച്ചിടത്തോളം അതിനകത്ത് കോൺഗ്രസ് അടിപതറി വീഴുന്നതാണ് കാണുന്നത്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് ഇതിനെ കണ്ണിക്കാൻ പറ്റത്തില്ല. 2011 തുടങ്ങി 16 വരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് വിഷയങ്ങളെ ഞങ്ങളുടെ സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പ്രൊഫഷണലിസത്തോടു കൂടി അതിന് നീങ്ങാൻ പറ്റിയെന്നുള്ളതാണ്. അത് ചിലപ്പോൾ
ചിലപ്പോൾ നമ്മുടെ വി ഡി സതീശൻ പറയുന്നത് AK സെൻറ്റർ ഗതികരിച്ചായിരിക്കും നടക്കുന്നുണ്ടാവുക. കാരണം അതൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു കേഡർ സംവിധാനമുണ്ട്. ആ കേഡർ സംവിധാനം വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പണ്ട് പറയുന്നുണ്ട്, ഇലക്ഷൻ ആകുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ അണികൾ ഇറങ്ങി പണിയെടുക്കുമ്പോൾ കോൺഗ്രസ് വീണു പോകും. കാരണം ആ അടി താങ്ങാനുള്ള ശേഷി, സൈബറിലുള്ള അടി താങ്ങാനുള്ള ശേഷി കോൺഗ്രസിന് ഇല്ല. 1, 2, 3 ഈ പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഫേസ്ബുക്കിൽ കൂടെ ഇൻസ്റ്റഗ്രാമിൽ കൂടെയും റീൽസ് ഇട്ടുകൊണ്ട് മാത്രം ഇലക്ഷനെ കൈകാര്യം ചെയ്യാൻ കഴിയത്തില്ല. ആ ഇലക്ഷനെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഒരു വലിയ രീതി ആ സ്ഥലത്താണ് കനകൂലുവിനെ കൊണ്ടുവരുന്നത്. കനകൂലു ഇതെല്ലാം ചെയ്തോളും എന്ന് വിചാരിച്ചാൽ ആ കനകോലുവിനെ തന്നെ കീറി ഒട്ടിച്ചു കളഞ്ഞു ഫസ്റ്റ് ദിവസം തന്നെ. ആദ്യത്തെ 1, 2, 3 ദിവസം കൊണ്ട് തന്നെ കനകോലുവോട് തെലങ്കാനയിൽ നടത്തിയതുപോലെയോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടത്തിയതുപോലെയോ കേരളത്തിൽ നടത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള PR പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞ PR പ്രവർത്തനം എന്ന് പറയുന്നതിന് തെറ്റാണെന്ന് എൻ്റെ അഭിപ്രായം. എന്താണ് യഥാർത്ഥം എന്താണ് എന്നുള്ള കാര്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതിന് യഥാർത്ഥമല്ലെങ്കിൽ ഇത് യഥാർത്ഥമല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയേണ്ടത്. അപ്പം ഇന്നലെ 2 പരസ്യങ്ങൾ വന്നു. ആ 2 പരസ്യം എന്ന് പറയുന്നത് അത് 2 പേജായിട്ട് കാണാനേ പാടില്ല. ആ പരസ്യത്തെ ഒറ്റ പരസ്യമായിട്ട് കാണണം. ഒരു സ്ഥലത്ത് എന്താണ്, ഒരു സ്ഥലത്ത് ഇരുണ്ട കാലത്തിലുള്ള കാര്യങ്ങളും ഒരു സ്ഥലത്ത് പിണറായി വിജയൻ സർക്കാർ വന്ന കാലങ്ങളും തമ്മിൽ അതൊരു പരസ്യമായി കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇന്നതാണ്, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ടില്ല, ഇന്ന കാര്യങ്ങൾ നടപ്പിലാക്കി, അതാണ് ഒരേ ലേഔട്ടിലാണ്, ഒരേ സംവിധാനം തന്നെ ഇപ്പുറം കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ. ഞാനിപ്പോൾ ഇന്ന് ആലോചിക്കുകയായിരുന്നു വയനാട്ടിലേക്ക് ഒരു തുരങ്കപാത. അപ്പോൾ ആ തുരങ്കപാതയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വയനാട്ടിൽ എല്ലാ ശനിയും ഞാൻ പോയി വരുന്ന ആളാണ് ഞാൻ. കാരണം 4 മണിക്കൂർ ചുരത്തിൽ കിടക്കുമ്പോൾ അതിൻ്റെ സുഖം നമുക്ക് മനസ്സിലാവുള്ളൂ. കോഴിക്കോട്, വയനാട്, ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. അപ്പം എന്താ പറയുക, 10 മിനിറ്റ് ഈ തുരങ്കം വന്നാലുള്ള ബെനിഫിറ്റ് എന്താ, 10 മിനിറ്റും കൊണ്ട് ചുരത്തിന് മേലെ എത്തും. കാരണം അവിടുത്തെ ജനങ്ങളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്കോ കൊണ്ടുവരണമെങ്കിൽ 4 മണിക്കൂർ 4.5 മണിക്കൂർ ചുരത്തിൽ കെട്ടിക്കിടക്കുന്ന അവസ്ഥയിൽ പെൺകുട്ടിക്ക് പാമ്പ് കടിയേറ്റിട്ട് തിരികെ കൊണ്ടുവരാൻ എത്ര മണിക്കൂർ എടുത്തു. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് മനസ്സിലാക്കി ഒരു സർക്കാർ വേണ്ടേ ഇത് ഇങ്ങനെ ദീർഘവീക്ഷണത്തോടുകൂടി. ഇത് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. ഇലക്ഷന്റെ തൊട്ട് മുമ്പ് പിണറായി വിജയൻ സർക്കാർ തുടർഭരണം വിചാരിച്ചിട്ടാണ് ഇവിടെ ഒരു തുരങ്കപാത പണിയുന്നത് എന്നുള്ളത്. സാങ്കേതിക അനുമതി കിട്ടുന്നത് അതൊരു ദീർഘവീക്ഷണാണ്. ഈ ദീർഘവീക്ഷണത്തിന്റെ ഭാഗമാണ് ഈ നാഷണൽ ഹൈവേയും ഈ പറഞ്ഞ വിഴിഞ്ഞവും ഈ പറഞ്ഞ എയർപോർട്ടുകളും ഈ പറഞ്ഞ വ്യവസായ വികസനങ്ങളും ഒക്കെ. ഇതുപോലെയുള്ള വികസനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് എന്താ അറിയോ, ഈ തുടർഭരണത്തിന്റെ സുഖം, തുടർഭരണം കിട്ടിയാൽ കേരളത്തിൽ എന്തൊക്കെ നടക്കുമെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള വിധിയെഴുത്തുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത്. അത് ഒട്ടേറെ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പ്രതിപക്ഷം ഇതാ തുടർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി പുതിയ യാത്രയൊക്കെ തുടങ്ങുന്ന സമയത്ത് ആരോപണങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ പെരുമഴയായിരുന്നു. ഇപ്പോൾ ഇത് വന്ന് DAയുടെ കാര്യത്തിൽ ഇപ്പോൾ ശബ്ദമില്ല, സർവേയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രതികരണമില്ല, സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ പ്രതികരണമില്ല. ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇപ്പോൾ സജീവമായി അല്പസമയം മുമ്പെങ്കിലും ചർച്ച ചെയ്തത്. ഈ വിവാദങ്ങളെ മറികടക്കുകയാണോ സർക്കാർ? കേരള രാഷ്ട്രീയത്തിൽ അനിതര സാധാരണമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തുടർഭരണം കിട്ടിയ ഒരു സർക്കാർ വീണ്ടും ഇലക്ഷനെ നേരിടുകയാണ്. പുതിയൊരു ഭരണത്തിന് വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് അതിന് നേതൃത്വം നൽകുന്ന മുന്നണി. തുടർ പ്രതിപക്ഷമായിരുന്ന ഒരു പാർട്ടി വീണ്ടും പ്രതിപക്ഷമാകാതിരിക്കാൻ, പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ലിഫ് ഹൗസിൽ അടുത്ത പൊങ്കാലയ്ക്ക് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടാകാൻ എന്നാണ് കഴിഞ്ഞ ദിവസം VD സതീഷിന്റെ പ്രതികരണം ഉണ്ടായത്. ആ നിലയ്ക്കുള്ള ശ്രമങ്ങൾ നടക്കുകയുമാണ്. അത് നമ്മൾ സാധാരണ കാണുന്ന ഒന്നല്ല. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ 2 നിയമസഭാ ഇലക്ഷനുകൾ, 2 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇലക്ഷനുകൾ, ഇത് രണ്ടും വളരെ ഫേവറബിളായി സംഭവിച്ച ഒന്നാണ്. ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേൺ തീർത്തും വ്യത്യസ്തമായിരുന്നു. 1-1 എന്നുള്ളതാണ് 2 ഇലക്ഷനിലും റിസൾട്ടായി വന്നത്. പക്ഷേ ബൈ ഇലക്ഷൻസ് വരുന്ന സമയത്ത് തൃക്കാക്കരയാകട്ടെ, അത് നിലമ്പൂരാകട്ടെ, അത് പാലക്കാടാകട്ടെ, പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നത് പ്രധാനവുമാണ്. പക്ഷെ ആ സമയത്ത് കോൺഗ്രസ് അഭിമുഖീകരിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഒരു ബൈ ഇലക്ഷൻ ആവുന്ന സമയത്ത് ഒരു പാർട്ടിയുടെ മുഴുവൻ സംഘടനാ സംവിധാനത്തേക്കും ഒരു മണ്ഡലത്തിലേക്ക് ചുരുക്കി കൊണ്ടുവരാൻ കഴിയും. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകൾ അവിടെ ഉണ്ടാകും. സംഘടനയെ ചലിപ്പിക്കാൻ കഴിയുന്നവരുണ്ടാകും, റീലിട്ട് ചലിപ്പിക്കാൻ കഴിയുന്നവരുണ്ടാകും. അങ്ങനെ എല്ലാവരും ഒരിടത്തേക്ക് കേന്ദ്രീകരിക്കും. അതിനപ്പുറത്തേക്ക് സംസ്ഥാന വ്യാപകമായ ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ, ഒരു തദ്ദേശ ഇലക്ഷൻ വരുമ്പോൾ കോൺഗ്രസിന് ഇത് സാധ്യമാകുമോ എന്നാണ് ചോദിച്ചത്. നേരത്തെ ആൻഡ്രൂ സാർ ചോദിച്ചതുപോലെ CPMന്റെ സൈബർ പടയൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ് തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ശരിയാണ്. പക്ഷെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് അത് കോൺഗ്രസിന്റെ സംഘടനാ പാടവം കൊണ്ടാണോ ജനങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടാണോ എന്നുള്ളത് നിലവിൽ ഇതുവരെയും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധാരണ കാണുന്ന പാറ്റേണിന് വിരുദ്ധമായി കോൺഗ്രസിനോട് ഒരു ആഭിമുഖ്യം ജനം കാണിച്ചു. അതിൻ്റെ ഒരു മുൻതൂക്കം കോൺഗ്രസിന് കിട്ടുകയും ചെയ്തു. അത് അവർക്ക് നൽകുന്ന ആത്മവിശ്വാസം വലുതാണ്.
അപ്പോൾ 2 തവണ പിന്തുണച്ച ജനങ്ങളോടുള്ള ആത്മവിശ്വാസം CPM മുന്നോട്ട് വയ്ക്കുമ്പോൾ കഴിഞ്ഞ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഇലക്ഷനുകളിൽ പിന്തുണച്ച ജനങ്ങളോടുള്ള ആത്മവിശ്വാസം UDF മുന്നണിയെ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. അതായത് ആത്മവിശ്വാസത്തിന്റെ പരകോടിയിൽ നിന്നുകൊണ്ടാണ് ഇരു മുന്നണികളും ഒരുപക്ഷെ ഈ ഇലക്ഷനെ കാണുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇനി ഈ സർക്കാരിന് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും വലിയ അഭിമാന പദ്ധതി, ജനങ്ങളെ മാനസികമായി കൂടി ബാധിച്ച അവരൊപ്പം നിന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് വയനാട് പുനരധിവാസം തന്നെയാണ്. അതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. 178 വീടുകൾ. ഞാൻ ആ ദിവസങ്ങളെ വളരെ വ്യക്തിപരമായി ഓർത്തെടുക്കുന്ന ഒരാളാണ്. നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? ആ വാർത്ത വന്ന ദിവസം വയനാട് ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്ത വന്ന് പിന്നാലെ ആദ്യം ഞാൻ ന്യൂസ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു ദൃശ്യം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു മനുഷ്യൻ നീണ്ടുകിടക്കുന്ന ചെളിയുടെ നടുക്ക് ഒരു പാറക്കെട്ടിൽ എവിടെയോ ഒന്നിത്തിരി പിടിച്ചിട്ടുണ്ട്, മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 3/4 മണിക്കൂറോളം എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നറിയാതെ കരയിൽ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും ഒരു കയറിട്ട് കൊടുക്കാൻ പോലും ആ പ്രദേശത്തേക്ക് ചെല്ലാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ നമ്മൾ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടു പോയി എന്ന് വിചാരിച്ച സ്ഥലത്തു നിന്നുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ട്. എല്ലാവരും കരയുകയാണ്. പക്ഷെ ആ മനുഷ്യൻ പിന്നീട് രക്ഷപ്പെട്ടു വരികയാണ്. ആ നിലയിൽ അന്ന് വൈകുന്നേരം ആ രാത്രി ഈ കാലാവസ്ഥ മുഴുവൻ അതിജീവിച്ചുകൊണ്ട് ആ ചുരം കയറിയെത്ത മനുഷ്യർ രാഷ്ട്രീയം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, പണം നോക്കിയിട്ടില്ല, തനിക്കുണ്ടോ, തനിക്ക് തികഞ്ഞിട്ടാണോ ബാക്കി വെക്കുന്നത് എന്ന് പോലും നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു വലിയ മനസ്സോടുകൂടി നമ്മൾ നമ്മുടെ വേദനയായി ഏറ്റെടുത്ത ആ വലിയ വേദനയ്ക്ക് കേരളം പരിഹാരം കണ്ടിരിക്കുന്നു എന്ന ഒരൊറ്റ കാര്യം മുന്നോട്ട് വെച്ചാൽ മതി സർക്കാരിന് ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ. അതേ വിഷയമാണ് കോൺഗ്രസിന് വലിയ പ്രതിരോധവുമായിരിക്കുന്നത്. കോൺഗ്രസ് അവിടെ വാഗ്ദാനം ചെയ്ത വീടുകൾ 100 വീടുകൾ. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വലിയ തോതിൽ ട്രോൾ ചെയ്യപ്പെട്ടൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം പെട്ടെന്ന് 3 സെക്കൻഡ് കൊണ്ട് 300 വീട് പണിതു എന്നൊരു വലിയ ആരോപണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ പക്ഷേ കോൺഗ്രസിന്റെ വീട് എവിടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടിയില്ല. പണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ DYFI തങ്ങൾ പിരിച്ച 20 കോടിയുടെ കണക്ക് മുന്നോട്ട് വെക്കുന്നു, കോൺഗ്രസിന്റെ കണക്ക് ചോദിക്കുന്നു. അങ്ങനെ അതിൽ കൃത്യമായൊരു കാര്യം മുന്നോട്ട് വെക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ലീഗിന്റെ വീട് അവിടെ ഉയരുകയും ചെയ്തു. കോൺഗ്രസിന്റെ വീടിന്റെ തറക്കല്ലിടൽ നടന്നു, പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി വരികയാണ്. ഈ പുതുയുഗയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നതാണ് വിചാരിക്കുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെ അതായത് അന്നു രാത്രി നമ്മൾ അഭിമുഖീകരിച്ച വയനാട്ടിലേക്കൊന്ന് ഓടിച്ചെല്ലാൻ ബുദ്ധിമുട്ട് അനുഭവിച്ച ഇത്രയും കാലമായി ഉണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം എന്നതുപോലെ ഒരു പുതിയ പദ്ധതിയിലേക്കും ചുവടുവെക്കുകയാണ്. അതിന്ന് അഭിമാന പുരസ്സരം കണ്ടവരാണ് നമ്മൾ. വയനാട് തുരങ്കപാതയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റ് ഇന്ന് മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുകയാണ്. അതും നമ്മൾ കണ്ടു. അപ്പോൾ ഒരു ജനത നോക്കൂ, നമ്മളെ കരുതുന്നുണ്ട് എന്ന് വിചാരിക്കുന്ന സാഹചര്യം, അവർ നമ്മളുടെ പ്രിയപ്പെട്ടവരായതുകൊണ്ട് നമുക്കും അത് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് എന്നത് പ്രധാനമാണ്. നമ്മൾ കണ്ടുവല്ലോ, ഒന്ന് കെ രാജനെ വന്ന് ഓരോരുത്തരും കെട്ടിപ്പിടിക്കുന്ന സമയത്ത് നമുക്കൊക്കെ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാൻ തോന്നി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ നിലയ്ക്ക് അവിടെയുള്ള ഓരോ ദുരന്ത ബാധിതരെയും പേഴ്സണലി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സമൂഹം, മന്ത്രിമാരടക്കമുണ്ട് എന്നത് വലിയ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ടേം വ്യവസ്ഥ ശരിയാണ്, അത് പാലിക്കപ്പെട്ടിട്ടുണ്ട്. ചില ആളുകളുടെ പേരിൽ വലിയ പരിഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ AN ഷംസീറിന്റെ കാര്യത്തിൽ, KK ശൈലജയുടെ കാര്യത്തിൽ ഒക്കെ അങ്ങനെ വലിയ കാര്യങ്ങളുണ്ടായിരുന്നു. KK ശൈലജയ്ക്ക് ഒരു പക്ഷേ സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചു. ഇപ്പോൾ പേരാവൂർ മത്സരിക്കാനാണെങ്കിൽ സീറ്റ് കിട്ടും എന്ന തീരുമാനം വരുന്നു. പേരാവൂർ മത്സരിക്കാൻ തീരുമാനിക്കുന്നു. AN ഷംസീർ മാറി നിൽക്കും എന്നാണ് നമ്മൾ ഇപ്പോഴും അറിയുന്നത്. അവരൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് അവരുടെ അണികളും മറ്റുള്ളവരും തീരുമാനിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട്. തളിപ്പറമ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ അണികളിൽ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയുണ്ട്. പാലക്കാട് ഉണ്ടാകുന്ന വിമത നീക്കം PK ശശിയെ പുറത്തേക്ക് കളഞ്ഞിരിക്കുന്നു എന്നത് അത് പാർട്ടിയെ ബാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പരമാവധി ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പാർട്ടി മനസ്സിലാക്കി. എന്തിനാണ് അത്രയും സംരക്ഷിച്ചത് എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ സമയത്തും എനിക്കറിയില്ല. കാരണം 2023 PK ശശിയുടെ കുറ്റങ്ങൾ അക്കമിട്ട് നിരത്തി അന്വേഷണ റിപ്പോർട്ട് CPMന്റെ മേശപ്പുറത്തിരുന്നിട്ട് അത് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഇത്രയും കാലം ഏറ്റവും പടിക്ക് പുറത്താണെന്ന് PK ശശി തന്നെ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ആ പുറത്തുകളയൽ ഉണ്ടായിരിക്കുകയും ചെയ്തത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ വിസിബിളായ വികസനം സംഭവിച്ചു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അനുസാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പം എന്താണ് എന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്ന നിലയ്ക്ക് വികസനം സംഭവിച്ചിട്ടുണ്ട്. 10 വർഷം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതിൽ കൃത്യമായി മുന്നോട്ട് വെക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതേ സമയത്ത് തന്നെ ചില വകുപ്പുകളെക്കുറിച്ച് വലിയ തോതിലുള്ള ആരോപണവും ഉണ്ടായിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് വലിയ ആരോപണം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് നടന്ന രക്ഷാപ്രവർത്തനത്തിൽ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പോലീസിനെ മാറ്റി നിർത്തി ക്രമസമാധാനം കയ്യിലെടുക്കുന്ന സഖാക്കളെക്കുറിച്ച് വിമർശനം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ആഭ്യന്തര വകുപ്പിനെ വിശ്വാസവും വിലയുമില്ലേ എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അത് ആരോഗ്യ മേഖലയെ കരിവാരി തേക്കാനുള്ള ശ്രമമാണ് എന്ന രീതിയിൽ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷേ ചില മരണങ്ങൾ, അത് മരണവും മരണവേദനയും കണ്ട കേരളം, അതിൽ സ്വാഭാവികമായും ചില
നിലപാടുകൾ ഈ പറയുന്ന വിശദീകരണങ്ങൾക്കപ്പുറത്തേക്ക് ഒരുപക്ഷെ എടുത്തേക്കാം എന്നുള്ളത് പ്രധാനമാണ്. ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെതായ പരസ്യങ്ങൾ വരുന്നു. ആ പരസ്യങ്ങൾ, അതിൻ്റെ ചട്ടം, അതിൻ്റെ നിയമം, കാര്യങ്ങൾ പറയാം. ഇനി അതിൽ വിയോജിപ്പുണ്ട് എങ്കിൽ അതിൽ കോടതിയുമായി ബന്ധപ്പെട്ടോ നിയമ നടപടികളിലേക്കോ പോവുകയും ചെയ്യാം. പക്ഷേ അതിനപ്പുറത്ത് അതിനോട് പരിഭവിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്ത് VD സതീശൻ പറഞ്ഞത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആയിരിക്കും കേരളത്തിൽ പ്രതിപക്ഷം പയറ്റുക എന്നുള്ളതാണ്. പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് പോസിറ്റീവ് പൊളിറ്റിക്സ് ആയിരിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എന്തിന് ഈ തെരഞ്ഞെടുപ്പിന് മുന്നിൽ നിൽക്കുമ്പോഴാണെങ്കിലും അതിലേക്ക് ഊന്നുകയാണ് ഒരുപക്ഷെ നല്ലത് എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഇപ്പോൾ 2 ദിവസമായി ചില മാധ്യമങ്ങളുടെയൊക്കെ സർവേ പുറത്തു വരുന്നുണ്ട്. പ്രധാനപ്പെട്ട 2-3 മാധ്യമങ്ങൾ സർവേ റിസൾട്ട് പുറത്തു വന്നിട്ടുണ്ട്. വളരെ മോശം എന്നതിനപ്പുറത്തേക്ക് ശരാശരി, നല്ലത്, വളരെ നല്ലത്, ഈ 3 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ് ഭൂരിപക്ഷം എന്ന് ഈ 2 സർവേകളും പറഞ്ഞിട്ടുണ്ട്. അതും സർക്കാരിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. ഇനി പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ എൻ്റെ സാർ എണ്ണി പറഞ്ഞുവല്ലോ. എനിക്ക് ഓർമ്മയുണ്ട്, ഈ പ്രളയം ഉണ്ടായതിനു ശേഷം ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെട്ട ഒരു ചിത്രം. പിണറായി വിജയൻ ഒരു ജലാശയത്തിൽ നിന്ന് കേരളത്തെ കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു ചിത്രമാണ്. ഞാനടക്കം എൻ്റെ സമൂഹ മാധ്യമങ്ങളിൽ, എനിക്ക് ഒരു പാർട്ടിയോടും യാതൊരു തരത്തിലുള്ള അനുഭാവമുള്ള ഒരാളല്ല. എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ പങ്കുവെച്ച ഒരു ചിത്രമാണത്. ആ നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംവിധാനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ബോധിപ്പിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസം CPM-ന് എന്തായാലും ഉണ്ട്. പക്ഷേ അതിനെ കൗണ്ടർ ചെയ്യാൻ ഇത്തരം ആരോപണങ്ങൾ എന്നതിനപ്പുറത്ത് പോസിറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെച്ച് എത്രത്തോളം പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഈ അവസാന സമയത്തും ആ സ്ട്രാറ്റജി എത്രത്തോളം ഫലവത്തായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയവുമുണ്ട്. വിവാദങ്ങളിൽ മറികടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ മാധു പറഞ്ഞതിൽ 2 കണക്കുകൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനതിലേക്ക് വരാം. ഒന്ന്, ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, 2 ആരോഗ്യ വകുപ്പിനെ കുറിച്ച് പറഞ്ഞത്. ശരിയാണ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് വിമർശനം കേട്ട 2 വകുപ്പുകളാണ്. പക്ഷേ ആ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ വരുന്ന ചില വിശകലനങ്ങളുണ്ട്. ഇപ്പോൾ ആഭ്യന്തര വകുപ്പിൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ, അതായത് മാഫിയ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിട്ടത് ഈ സർക്കാരാണോ എന്നൊരു ചോദ്യമുണ്ട്. 114 സസ്പെൻഷൻ മാത്രമല്ല, 114 പോലീസുകാരെ സർവീസിൽ നിന്ന് 9 വർഷം കൊണ്ട് ഡിസ്മിസ് ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിന് ടേം ഇതുവരെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അതിന് അഭിമാനമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്. കേരള പോലീസിനെ കറ പുരളുന്നു എന്നുള്ളത് ആശങ്കയോടുകൂടിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ നടപടിയെടുത്തു. 114 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. പക്ഷേ എന്നിട്ടും അതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉദയകുമാറിനെ ഉരുട്ടിക്കുന്നത് പിരിച്ചുവിട്ടു എന്നുള്ളതാണ്. വെറും സസ്പെൻഷൻ കൊണ്ട് ഒതുക്കിയതല്ല. അപ്പോൾ ഒന്ന്, ആഭ്യന്തര വകുപ്പിനെ ഏതെങ്കിലും തരത്തിൽ കരിവാരി തേക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവരെ ഈ സർക്കാർ സംരക്ഷിച്ചു പിടിച്ചൊന്നും ആ അർത്ഥത്തിൽ നിർത്തിയിട്ടില്ല. എന്നാൽ ചിലരെങ്കിലും രക്ഷാപ്രവർത്തനത്തിൻ്റെയൊക്കെ പേരിൽ കാട്ടിക്കൂട്ടിയതൊക്കെ കേരളം കണ്ടതുമാണ്. അതും പറഞ്ഞു പോകണം. ഒരു കാര്യം കൂടി പറയാം. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഇപ്പോൾ ചില മരണങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് അത് പറഞ്ഞിട്ട് പോകേണ്ടി വരുന്നത്. ശിവകുമാറിന് അന്ന് നൽകിയ ഒരു ഉത്തരമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചോദ്യം ഇതായിരുന്നു: ഈ സർക്കാർ അധികാരമേറ്റതിന് ശേഷം, അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റതിന് ശേഷം നാളിതുവരെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സ യഥാക്രമം ലഭ്യമല്ലാത്തത് മൂലവും സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവുകൾ മൂലവും മരണപ്പെട്ടതും അംഗവൈകല്യം സംഭവിച്ചതും എത്ര പേർക്കാണ്? 16 പേർക്ക് മരണം സംഭവിച്ചു. 16 പേരാണ്. അതിൽ മരണപ്പെട്ടവർ 9, അംഗവൈകല്യം സംഭവിച്ചവർ 7 എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കണക്കാണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെയും മരണങ്ങൾ സംഭവിക്കുന്നു. അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഒരു കുട്ടി മരിച്ചാൽ അതങ്ങനെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയെക്കുറിച്ച് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തേക്കാൾ മികച്ച ആശുപത്രികളാണെന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതിൻ്റെ കണക്കുകൾ പലതവണ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ കണക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ വിഷയത്തിലേക്ക് എത്തിയാൽ വിവാദങ്ങളെ മറികടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. നോക്കൂ, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ കേരളത്തിൽ ഈ സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്താ? നേരത്തെ പി. സുനിൽ പറഞ്ഞു. ഈ പ്രതിപക്ഷം അവസാനത്തെ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ പി. രാജീവ് ചോദിച്ച 2 ചോദ്യങ്ങളിൽ ഒന്ന്, ഈ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷമാണ് ഇറങ്ങിപ്പോകുന്നത്. ശരിയല്ലേ? നമ്മൾ ഇന്നേ വരെ കേരള നിയമസഭയിൽ അവിശ്വാസ പ്രമേയം ഈ പ്രതിപക്ഷം കൊണ്ടുവരുന്ന കണ്ടിട്ടില്ല. അവിശ്വാസ പ്രമേയം എപ്പോഴാണ് കൊണ്ടുവരുന്നത്? ഈ സഭയിലെ 98 പേരിൽ അവർക്ക് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് തന്നെ സ്വന്തം ഭരണകക്ഷിയിൽ വിശ്വാസമില്ലാതെ വരുന്നൊരു ഘട്ടത്തിലാണല്ലോ അവിശ്വാസ പ്രമേയത്തിന് എന്തെങ്കിലും സാധ്യതയുള്ളത്. ഇല്ലെങ്കിൽ ഒരു കാരണം അവിടെ കൊണ്ടുവരണം. ഈ സർക്കാരിനെതിരെ ഏതെങ്കിലും ഒരു വകുപ്പിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. ഘടകകക്ഷികളിലാവാം, CPM മന്ത്രിമാർ ഭരിക്കുന്ന വകുപ്പുകളിലാവാം. ഇല്ല എന്നുള്ളതാണ്. പ്രതിപക്ഷം ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും നേരിട്ട് അഴിമതി ആരോപണം ഉന്നയിക്കുന്നില്ലല്ലോ. പകരം എന്തൊക്കെയാണ്? വളഞ്ഞു പിടിക്കുകയാണ്.
സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആര് രാജിവെക്കണമെന്നാണ് പറയുന്നത്? 2019 നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് 2021 സത്യപ്രതിജ്ഞ ചെയ്ത VN വാസവൻ എന്ന ദേവസ്വം വകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം വിവാദം തുടങ്ങിയത്. ഒടുവിൽ ഇത് കറങ്ങിത്തിരിഞ്ഞ് എങ്ങോട്ട് വന്നു? സ്വർണ്ണക്കൊള്ള ദ്വാരപാലക ശില്പപാളികൾ മാത്രമല്ല, നേരെ കൊടിമരക്കൊള്ളയിലേക്ക് കയറിയപ്പോൾ അടൂർ പ്രകാശ് അടക്കം ചോദ്യമുനയിലേക്ക് വന്നപ്പോൾ, സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഒന്നാമത്തെ പ്രതി ചെന്ന് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ഇപ്പോൾ ആർക്കും ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം ചർച്ച ചെയ്യേണ്ട വിഷയമില്ല. പുതിയ യാത്രയിൽ ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ല. നോക്കൂ, പന്തളത്ത് വലിയ രീതിയിലുള്ള വിശ്വാസികളുടെ സംഗമം സംഘടിപ്പിച്ചതാണ് കോൺഗ്രസ്. എന്തുകൊണ്ടാണ് ആ വിഷയം ഇപ്പോൾ ഉന്നയിക്കാൻ പറ്റുക? കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ഏൽത്തിട്ടില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഞാനല്ല, കനകോലുവാണ്. ലക്ഷ്യയിൽ കനകോലുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകളിൽ ഒന്ന് സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏശിയിട്ടില്ല. അതിന് തെളിവായിട്ട് പറഞ്ഞ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പാലക്കാട്, തൃശ്ശൂർ, അതേപോലെ ആലപ്പുഴ, കൊല്ലം, ഈ ജില്ലകളിലൊന്നും തന്നെ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് സാധിക്കാതെ പോയി. സ്വർണ്ണക്കൊള്ള ചർച്ചയായിരുന്നെങ്കിൽ വിശ്വാസികളുള്ള പാലക്കാട്ടും തൃശ്ശൂരിലും ഒക്കെ ഇത് ചർച്ച ചെയ്യപ്പെടണമായിരുന്നു. അത് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. അതിന് UDF-ന് ഗുണവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആരോപണങ്ങളിൽ ഉന്നയിക്കുക, ആ ആരോപണങ്ങളെ രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് കരുതുക, പക്ഷേ അത് പൊളിഞ്ഞു പോകുന്ന കാഴ്ച കാണുകയാണ് സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിൽ. ബാക്കി 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നേരത്തെ പിയാസുൽ പറഞ്ഞു. DA-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ കോടതിയിൽ നിന്ന് വന്ന് DA സന്ദേശം അയക്കുന്നത് ശരിയാണോ തെറ്റാണോ? കോടതി അന്തിമ വിധി വന്നിട്ടില്ല. പക്ഷേ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചു. ഇത് മികച്ച ഭരണനിർവഹണ മാതൃകയല്ലേ? അങ്ങനെയാണ് ചോദിച്ചത്. മികച്ച ഭരണനിർവഹണ ചോദിച്ചത് ഹൈക്കോടതിയാ. എന്താ ചോദിച്ചത്? നിങ്ങൾ ഉദ്യോഗസ്ഥന് നിങ്ങളുമായി ബന്ധപ്പെട്ട ഭരണവുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് പണ്ട് കാലത്ത് കൊടുക്കുന്നതിനേക്കാൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഏജൻസി നൽകുമ്പോൾ അതിനെ എങ്ങനെയാണ് ഇതൊരു മോശം മാതൃകയായിട്ട് പറയാൻ പറ്റുക? അതിന് അഭിനന്ദിക്കേണ്ട കാര്യമല്ലേ എന്നുള്ളതാണ്. പ്രേക്ഷകർക്കറിയാമല്ലോ, AI ബന്ധപ്പെട്ട ക്യാമറയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്ന് നിരീക്ഷിച്ചിട്ടുണ്ട് ഹൈക്കോടതി. ഇപ്പോൾ കുടുങ്ങാൻ പോകുന്നത് ഏതല്ല? DA സന്ദേശവുമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഹൈക്കോടതിയുടെ നിരീക്ഷണം വരിക, ഇതൊരു മികച്ച ഭരണമാതൃകയല്ലെന്ന് സർട്ടിഫൈ ചെയ്ത ഹൈക്കോടതിയാന്നേ. അപ്പോൾ DA സന്ദേശത്തിൻ്റെ പേരിൽ കോടതി കയറിയവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നു. അതിനെ ആഘോഷമാക്കി മാറ്റിയ പ്രതിപക്ഷത്തിന് ആ ആരോപണവും ഹൈക്കോടതിയിൽ തിരിച്ചടിയാവുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നവകേരള സർവേയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് എന്താ പറഞ്ഞത്? ഇതല്ലേ, ഇങ്ങനെയല്ലേ വികസന പ്രവർത്തനം നടപ്പാക്കേണ്ടത്? വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേമ സർക്കാർ ജനങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, പ്രതിപക്ഷം വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറയുന്നു ഇത് മികച്ച ഭരണ മാതൃക, ഇത് മികച്ച ക്ഷേമ പ്രവർത്തനത്തിനുള്ള ഒരു രീതിയല്ലേ നവകേരള സർവേ എന്ന് പറയുന്നു. പിന്നെ എന്താണ് ഈ പ്രതിപക്ഷം ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് പ്രതിപക്ഷം അടുത്ത 5 വർഷത്തെ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ പോകുന്നത്? ജനങ്ങളുടെ ഫീഡ്ബാക്ക് എടുക്കാതെയാണോ? ജനങ്ങളിൽ ഈ ഭരണനിർവഹണ മാതൃകകൾ നടപ്പിലാക്കാൻ പറ്റാതെയാണോ? ജനങ്ങൾ ചോദിച്ചു തുടങ്ങുന്ന സാഹചര്യം അവരുയർത്തിക്കൊണ്ടുവന്നത് തന്നെ അവർക്കെതിരെ തിരിച്ചടിയാവുന്നതാണ് കാണുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ PR പരസ്യം തിരിച്ചടിയല്ലേ? ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതൊക്കെ പരസ്യം വരും പരസ്യം പോകും എന്ന് പറഞ്ഞ് വിട്ടിരുന്നെങ്കിൽ ഇത് ചർച്ചയാവൂ. ദേശാഭിമാനി, മാധ്യമം, ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ആകെ 4 പത്രങ്ങളിൽ ആദ്യം വന്നത്. ഈ 4 എനിക്ക് കേരളാമതിയിലും വന്നിട്ടുണ്ട്. ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് നമ്മളാണ് ഈ വാർത്ത ആദ്യം പ്രേക്ഷകർക്ക് കൊടുക്കുന്നത്. ഞാനാണ് ആ പരസ്യം വായിക്കുന്നത്. ആ പരസ്യം ഞാൻ വായിച്ചതിനെ തുടർന്നാണ് പിന്നീട് പല ആളുകൾ ഇത് ടാഗ് ചെയ്ത് പോകുന്നു, മറ്റ് ചാനലുകൾ ഏറ്റെടുക്കുന്ന സാഹചര്യവും കൂടി ഉണ്ടാകുന്നു. പിന്നീട് പ്രതിപക്ഷം അതിൻ്റെ അപകടം മണത്ത് വലിയ ആരോപണം ഉണ്ടാക്കുന്നു. വായിക്കാത്ത മനുഷ്യന്മാർ വായിച്ചു. ഇത് ദേശാഭിമാനി വായിക്കുന്ന ആൾക്കാർ ഇടതുപക്ഷമായിരിക്കുമല്ലോ, സ്വാഭാവികമായിട്ടും അവർ ഇടതുപക്ഷത്തിന് വോട്ട് കൊടുക്കുന്നവരാ. ഹിന്ദു വായിക്കുന്ന ആളുകളും ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്ന ആൾക്കാരുടെ മൊത്തം നോക്കിയ ചുരുക്കം ആളുകൾ, അവർക്കൊന്നും കേരളത്തിന്റെ വോട്ടിംഗ് പാറ്റേൺ നിശ്ചയിക്കാൻ കഴിയുന്ന ശതമാനമില്ല. ഇത് വിവാദമായപ്പോൾ എന്ത് സംഭവിച്ചു? പ്രതിപക്ഷം വന്ന് പറഞ്ഞു, രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് പെൻഷൻ വാങ്ങില്ല, PRD ഉദ്യോഗസ്ഥന്മാർ പ്രധാനപ്പെട്ട മാധ്യമത്തിന്റെ ആളെന്നോട് പറഞ്ഞാൽ എന്താ, ഇത് എടുക്കാമായിരുന്നു. ഇത്ര വലിയ ചർച്ചയാവുന്ന മാത്രമല്ല, എന്നിട്ട് വലിയ മാധ്യമ ധാർമ്മികതയെ കുറിച്ചൊക്കെ പറയുക. അടിസ്ഥാനമായി പരസ്യത്തെ കുറിച്ച്, പരസ്യവും ജേർണലിസവും തമ്മിലുള്ളതിനെ കുറിച്ച് അക്കാദമികമായിട്ട് ഒരു ബോധമില്ലാത്തവരാണ്. ഇതൊക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പരീക്ഷിച്ച മാതൃകയാണ്. നമ്മളതിനെ പറയുന്നൊരു കാര്യമുണ്ട്, ഷോക്ക് ഹൈഡ് റിവീൽ എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഷോക്ക് ആൻഡ് ലേവ് സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവമുണ്ട്. പെട്ടെന്നൊരു കാര്യം നിങ്ങൾക്ക് പറയുന്നതിന് വേണ്ടി നിങ്ങൾ അസാധാരണമായ വിധത്തിൽ ഔട്ട് ഓഫ് ബോക്സ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് നോൺ കൺവെൻഷണൽ ആയിട്ട് ചില പരസ്യങ്ങൾ കൊടുക്കുന്ന രീതിയാണ്. ഇതൊക്കെ പല കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുകയാണ്. ഇത് അതൊരു സർഗാത്മകമായിട്ട് എടുത്താൽ മതി. അതിനെ ആ വഴിക്ക് അവഗണിക്കേണ്ടതിന് പകരം അതിനെ വലിയ ചർച്ച ചെയ്ത് ഇപ്പം നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, സംഭവം ശരിയാണല്ലോ, ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരുത്താൻ പറ്റുമോ? ഈ പറഞ്ഞിരിക്കുന്ന തീയതി അടക്കം കൊടുത്തിരിക്കുന്നത്, പത്രങ്ങളിൽ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച തീയതി അടക്കം കൊടുത്തിരിക്കുന്നത്. അബ്ദുറബിനെ തെളിയിക്കാൻ പറ്റുമോ അബ്ദുറബ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്? അതായത് ഓണം നേരത്തെ വന്നുവെന്നും ഈ കോപ്പി കൊടുത്ത് പഠിപ്പിക്കേണ്ടി വരുമെന്നും അബ്ദുറബ് പറഞ്ഞിട്ടില്ല എന്ന് അബ്ദുറബിന് പറയാൻ പറ്റുമോ?
ലോഡ് ഷെഡിങ് വേണ്ടി വരുമെന്നും ഫ്രിഡ്ജ് നിങ്ങൾ ഓഫ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ലെന്ന് ആര്യാടൻ മുഹമ്മദിന് തെളിയിക്കാൻ പറ്റുമോ? മധ്യകാല പരീക്ഷ നടക്കുമ്പോൾ പുസ്തകം കിട്ടിയിട്ടില്ല എന്നുള്ളത് വാർത്തയാണ്. അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത് തെളിയിക്കേണ്ട ബാധ്യത മാധ്യമ ധാർമ്മികതയെ കുറിച്ച് അന്ന് പറഞ്ഞത് ദേശാഭിമാനിയാണ്. ഞങ്ങൾ ആ പത്രപരസ്യം ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് പറഞ്ഞത് ദേശാഭിമാനി. അല്ലല്ല, ഞാൻ പറഞ്ഞത് അതും ഇതും കമ്പയർ ചെയ്യാനേ പറ്റില്ല. ഞാൻ വരാം, ഞാൻ അതിലേക്ക് വരാം. ഞാൻ അത് പറഞ്ഞ എനിക്ക് മറുപടി ഉണ്ട്, ആ കണക്കും കൂടി ഞാൻ പറയാം. അപ്പോൾ വിവാദങ്ങൾ ഓരോന്നായിട്ട് ഉണ്ടാക്കുക, ഇതിൽ PRD ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. സർ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചെയ്യാതിരുന്നതിന് ഇപ്പോഴത്തെ PRD ഉദ്യോഗസ്ഥരെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പം കേരളത്തിൽ ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു. ആദ്യത്തെ ആ പത്രത്തിൽ വന്ന ഇവിടുത്തെ KSRTC, അന്നത്തെ KSRTC പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു. നാളെ KSRTCയുടെ ഒരു പുതിയ വണ്ടി ഇറങ്ങാൻ പോവുക, ബിസിനസ് ക്ലാസ് മോഡൽ ഇറങ്ങാൻ പോവുക. കേരളത്തിൽ പുതിയ പരീക്ഷണമാണ്. ബിസിനസ് ക്ലാസ് KSRTC ഇറങ്ങാൻ പോവുകയാണ്. KSRTCയിലെ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കൃത്യമായിട്ട് ശമ്പളം കിട്ടുന്ന അവസ്ഥ. ഹൈബീഡിന് പോലും പറയേണ്ടി വന്നു ഈ ഗതാഗത വകുപ്പ് മന്ത്രി KSRTCയുടെ ഐശ്വര്യമാണ് എന്ന് പറഞ്ഞ ദിവസമാണിന്ന്. അപ്പോൾ അന്നത്തെ KSRTCയും ഇന്നത്തെ KSRTCയും, അന്നത്തെ ആരോഗ്യവകുപ്പും ഇന്നത്തെ ആരോഗ്യവകുപ്പും, ഇതെല്ലാം ജനങ്ങൾ താരതമ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആ പരസ്യം എത്തിച്ചു എന്നുള്ളതാണ്. അതിനെ വിവാദമാക്കിയ പ്രതിപക്ഷത്തിനും അവിടെ പിഴച്ചുപോയി. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം കുഴിച്ച കുഴിയിൽ പ്രതിപക്ഷം തന്നെ വന്ന് വീഴുന്ന സാഹചര്യം ഏറ്റവും ഒടുവിലത്തെ സാഹചര്യത്തിലും ഉണ്ടാകുന്നു. ഒരു കണക്ക് കൂടി പറയാം. ആ പറഞ്ഞു പോയ സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞതാണ് തെലങ്കാനയുടെ പരസ്യം. ഈ തെലങ്കാനയിലെ പരസ്യം കേരളത്തിൽ ചെയ്യുന്നതുകൊണ്ട് ഞാനൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ഹൈദരാബാദിലോ അതല്ലെങ്കിൽ തെലങ്കാനയിലോ കേരളത്തിലെ വോട്ടർമാർ കൂടുതലായതുകൊണ്ട് ആ വോട്ടർമാർക്ക് വേണ്ടിയിട്ട് പരസ്യം ചെയ്തതാണോ? അങ്ങനെ നോക്കിയപ്പോൾ അല്ല. തെലങ്കാനയിൽ ഏറ്റവും കൂടുതലുള്ള മറ്റ് സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ മലയാളികളല്ല. തെലങ്കാനയിൽ തന്നെയുള്ളവരിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ആന്ധ്രാപ്രദേശിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് ഏറ്റവും കൂടുതൽ. ആന്ധ്രാപ്രദേശ് ഈ പരസ്യം പോയിട്ടില്ല. വൈ? തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഈ പരസ്യം പോയിട്ടില്ല, ഗുജറാത്തിൽ നിന്നുള്ളവർക്ക് ഈ പരസ്യം പോയിട്ടില്ല. അപ്പോൾ പിന്നെ രേവന്ത് റെഡ്ഡിയുടെയും ഈ ഭട്ടി വിക്രമാർക്കയുടെയും കേരളത്തിലെ താല്പര്യം എന്താ? ഇവരുടെ രണ്ടുപേരുടെയും ഫോട്ടോയാ. കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്, എനിക്കൊന്ന് മാധുവിന് പോലും അറിയാൻ സാധ്യത, എനിക്കറിയത്തില്ലായിരുന്നു ഈ തെലങ്കാനയിൽ ഉപമുഖ്യമന്ത്രിയുടെ പേര് വിക്രമ ഭട്ടിയൊക്കെയാണെന്നുള്ളത്. ആ ചങ്ങാതിയുടെ പരസ്യം വെച്ചിട്ടൊരു പരസ്യം ചെയ്യുക. യഥാർത്ഥത്തിൽ ഈ ഭട്ടി വിക്രമാർക്കയുടെ പരസ്യം എന്തിനാ കൊടുത്തത്? അത് കൊടുത്തത് ആർക്ക് വേണ്ടിയാ? അത് കൊടുത്തത് KC വേണുഗോപാലിന് വേണ്ടിയാ. അത് കൊടുത്തത് പ്രതിപക്ഷ നേതാവിന് വേണ്ടിയാ. ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നതേ BRS ആണല്ലോ. BRS ആണ് ഈ, അതായത് 1000 കോടി എന്നാ പറഞ്ഞത്. BRS ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. 1000 കോടി അല്ലെ, ഞാൻ പറഞ്ഞു തീർത്തിട്ട് 1000 കോടി രൂപയാണ് BRS വലിയ അഴിമതി ആണ് എന്ന് പറയുന്നത്, ഈ പരസ്യങ്ങൾ കൊടുക്കുന്നത് വഴി. ഇത് എന്തിനാ കേരളത്തിൽ കൊടുക്കുന്നത്? എന്നിട്ട് വലിയ ടാഗ് ലൈൻ, 1 കോടി സ്ത്രീകളെ കോടീശ്വരാക്കി മാറ്റുന്ന വഴിത്താര തെലങ്കാനയിലെ അംഗൻവാടികളെ കുറിച്ച്. തെലങ്കാനയിലെ അംഗൻവാടികളെ കുറിച്ച് കേരളത്തിലെ ജനങ്ങളോട് എന്തിനാ രാമാചു പറയുന്നത് എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ അംഗൻവാടികൾ സൂപ്പറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെലങ്കാനയിൽ ഞങ്ങൾ അംഗൻവാടികൾ തുറന്നു എന്ന് തെലങ്കാനയിലെ മുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രിയുടെ ഫോട്ടോ വെച്ച് കേരളത്തിലെ 2 പത്രങ്ങളിൽ പരസ്യം ചെയ്യുക. അതിൽ മനോരമയ്ക്ക് 2.13 കോടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 കോടി 23 ലക്ഷം രൂപ കൊടുത്തുവെന്നും മറ്റൊന്ന് 1 കോടി 50 ലക്ഷം കൊടുത്തുവെന്നുമാണ് അതിൽ റേറ്റ് വെച്ചുകൊണ്ട്. ഒരു പരസ്യത്തിനാട്ടോ, അത് തെലങ്കാനയിലെ പരസ്യം, തെലങ്കാനയുടെ ജാക്കറ്റ് പരസ്യം. ആ ജാക്കറ്റ് പരസ്യം ഇത് ആരുടെ പണമാ? ഇത് ആരുടെ പണമാണ് മാധു? ഇത് തെലങ്കാനയിലെ ടാക്സ് പേഴ്സിന്റെ പണമല്ലേ? അതായത് കേരളത്തിൽ പ്രചരണത്തിന് വേണ്ടി കോൺഗ്രസ് ഉപയോഗിക്കുന്നത് തെലങ്കാനയിലെ സാധാരണക്കാരെ വോട്ടറുടെ പണമാണ്. ഇപ്പൊ കേരളത്തിലെ CPM ബംഗാളി കൊണ്ടുപോയി കേരളത്തിലെ സർക്കാരിനെ കുറിച്ച് മാത്രം ഒരു എക്സ്ക്ലൂസീവ് പരസ്യം, നാഷണൽ പരസ്യമല്ല, നാഷണൽ പരസ്യം രാജസ്ഥാൻ കൊടുത്തിട്ടുണ്ട്, എനിക്കെതിരെ അഭിപ്രായമില്ല, അതൊരു രാഷ്ട്രീയമാണ്. പക്ഷെ ഒരു സ്റ്റേറ്റിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സ്റ്റേറ്റിൽ മാത്രം കൊണ്ട് പരസ്യം കൊടുക്കുന്നതിന് ആർക്കും ഒന്നും പറയില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കിയ പ്രചരണങ്ങളും വിവാദങ്ങളും അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ PR യുദ്ധം കടുക്കുമ്പോൾ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കടുത്ത പ്രതിരോധം തീർക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതിനിടയിൽ വസ്തുതകൾ നമ്മൾ മറന്നു പോകരുത്. ഒറ്റ കാര്യം കൂടി പറയാം, ഇതുവരെയും പ്രതിപക്ഷം പറയാത്ത ചില ചോദ്യങ്ങളുണ്ട് കേട്ടോ. പ്രതിപക്ഷം ഇന്ന് മുഖ്യമന്ത്രിയുടെ ഫസ്റ്റ് ബ്ലാസ്റ്റിനെ കുറിച്ച് നേരത്തെ മാധു പറഞ്ഞല്ലോ. കക്കാടംപൊയിലെ തുരങ്കപാത, വയനാടൻ തുരങ്കപാത വന്നാൽ എന്താ ലാഭം? 1.5 മണിക്കൂർ ലാഭം. എത്ര ദൂരമാണ് കുറയുന്നത്? 35 കിലോമീറ്റർ. ആരുടെ ലൈഫ് ലൈനാണ് അവിടെ തെളിയാൻ പോകുന്നത്? വയനാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ. ബാംഗ്ലൂരുമായിട്ടുള്ള കണക്ടിവിറ്റിയെ നോക്കൂ. ഈ തുരങ്കപാത ഞങ്ങൾ എതിർക്കും എന്ന് പറഞ്ഞ ആൾ നേതാവിന്റെ പേരെന്താ? പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. ഈ തുരങ്കപാത അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ലാംഗ്വേജ് തന്നെ എങ്ങനെയാണ്? അപ്പോൾ ഈ സർക്കാർ മാറി UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ തുരങ്കപാത നടക്കുമോ? പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അതിനെയൊക്കെ ഞങ്ങൾ എതിർക്കും എന്നാണ് പറഞ്ഞത്. എത്രയാ കോടി അനുവദിച്ചിരിക്കുന്നത്? കിഫ്ബിയിൽ നിന്ന് 2143 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്കറിയോ? ഈ കിഫ്ബി എതിർത്തവരാ പ്രതിപക്ഷം. ഈ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞവരാ.
കിഫ്ബി എന്ന് പറയുന്ന പദ്ധതി അത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞവരാ. കിഫ്ബി ഇപ്പോൾ അടുത്തുകൊണ്ടുവന്ന 3 പദ്ധതികളുണ്ട് കേട്ടോ. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്കമാലി പാത 4 വരിയാക്കാൻ MC റോഡ് അങ്കമാലി മുതൽ കേശവദാസപുരം വരെ 4 വരി പാതയാക്കാൻ പോവാ. എത്രയാ ചെലവഴിച്ചിരിക്കുന്നത് അറിയാമോ? 5217 കോടി രൂപ. 5217 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് മാറ്റി വെച്ചേക്കുക. ആ അങ്കമാലി മുതൽ ഈ പറയുന്ന കോൺഗ്രസിലെ MLA-മാരുടെ മണ്ഡലത്തിലൂടെ പോകുന്നതാ. റോജി ജോണിന്റെ മണ്ഡലത്തിൽ തുടങ്ങി അങ്ങ് കേശവദാസപുരത്ത് തീരുന്ന MC റോഡിന്റെ 4 വരി പാത വേണ്ടെന്ന് പറയുമോ കോൺഗ്രസ്സുകാർ? ആ MC റോഡിന് വേണ്ടിയിട്ട് 5217 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നീക്കിവെച്ചത് ശരിയല്ല എന്ന് കോൺഗ്രസ്സുകാർ പറയുമോ? എന്തുകൊണ്ട് കിഫ്ബി വന്നു? കേന്ദ്രം തരാത്തത് കൊണ്ടാണ് കിഫ്ബിക്ക് ഔട്ട് ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിന് വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായത്. കോൺഗ്രസ് എതിർക്കുമോ ഈ കിഫ്ബിയെ? കോൺഗ്രസ് എതിർക്കുമോ MC റോഡിൽ വരാൻ പോകുന്ന വികസനത്തെ, 4 വരി പാതയാകാൻ പോകുന്നതിനെ? ശബരി റെയിൽ പാത കേരളം മാറ്റിവെച്ചിരിക്കുന്നു. 1900 ഇന്ത്യയിൽ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു റെയിൽ പാത വരുമ്പോൾ അതിൻ്റെ പകുതി ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ മുഴുവൻ കാശ് ഞങ്ങൾ കൊടുത്തോളാമെന്ന് സർക്കാർ പറഞ്ഞ് പാസാക്കി? 1900 കോടി രൂപ. ഇത് രണ്ടും കൂടി ഒന്ന് എടുത്തു നോക്കൂ. ശബരി റെയിൽ പാത, ഒപ്പം തന്നെ അങ്കമാലി മുതൽ കേശവദാസപുരമുള്ള MC റോഡ്, തുരങ്കപാത, ഇതും കൂടി നോക്കിയാൽ ഏകദേശം 10,000 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റിനാണ് തുടക്കം കുറിച്ച്. നാളെ ഉദ്ഘാടനം ചെയ്യാൻ ഒരു പാലം ആലപ്പുഴ പെരുമ്പളം പാലത്തിന്റെ പ്രത്യേകത എന്താ? ഒരു കായലിന് കുറുകെയുള്ള ഏറ്റവും വലിയ പാലമാണ് സാർ. ആ പാലം നിർമ്മിച്ചിരിക്കുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്നാണ്, ഈ സർക്കാരിൽ നിന്നാണ്. അപ്പം ഇത് എന്തുകൊണ്ട് ഈ സർക്കാർ മാറണമെന്നൊരു ചോദ്യമുണ്ട്. അതൊക്കെ ചോദിക്കും. നാളെ രാഹുൽ ഗാന്ധി, നേരത്തെ മാധു പറഞ്ഞു 30 പ്രഖ്യാപനങ്ങളോ മറ്റോ ആണ് നാളെ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്നതെന്നാണ് അറിഞ്ഞത്. നാളെ രാഹുൽ ഗാന്ധി പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ 30 വലിയ പ്രഖ്യാപനങ്ങളാണ്. ഒരൊറ്റ പ്രഖ്യാപനം അത് നടപ്പിലാക്കി കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് വിഷമമില്ലായിരുന്നു. വയനാട്ടിലെ കല്ലിട്ടതിന് ശേഷം ബാക്കി എന്ത് സംഭവിച്ചു എന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അവിടുത്തെ കാഴ്ച നമ്മൾ കണ്ടതാ. അന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ വന്നിട്ട് ഇട്ടിട്ട് പോയ പ്ലാസ്റ്റിക് കുപ്പി പോലും ആ സ്ഥലത്ത് നിന്ന് മാറ്റിയില്ല. പ്രഖ്യാപനങ്ങൾ വരാൻ പോവാണ്. ഈ പ്രഖ്യാപനം ആ കല്ലിട്ട സ്ഥലത്ത് ഒരു കല്ലും കൂടി എടുത്ത് മൂളി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇത്ര സങ്കടമില്ലായിരുന്നു. അപ്പോൾ വിവാദങ്ങൾ മറികടക്കുമോ എന്നുള്ള ചോദ്യത്തിന് വിവാദങ്ങൾ മറികടക്കാനുള്ള ശ്രമമാണ് നടക്കുന്നുള്ളത്. മാധു എന്തോ കൂട്ടിച്ചേർക്കാൻ വന്നു. അല്ല, അങ്ങ് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഉള്ള ഒരു അഭിപ്രായ വ്യത്യാസം സൂചിപ്പിക്കാമെന്ന് കരുതിയതാണ്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പോലീസുകാർക്കെതിരെ നടപടിയെടുത്ത ഒരു സർക്കാർ എന്ന് പറയുന്നത് ഈ സർക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങത് പറഞ്ഞു അത് ചെയ്യാൻ പാടില്ല. അത് മീൻസ് അങ്ങനെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള പോലീസുകാരെ സർവീസിൽ ഉണ്ടാകാൻ പാടില്ല. അത് എല്ലാവർക്കും വിയോജിപ്പുള്ളൊരു കാര്യമാണ്. 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് വലിയ തോതിൽ ഈ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ വാർത്ത നിരന്തരം നമുക്കൊരു രാജ്കുമാറിനെ ഓർമ്മയുണ്ടാകും, നമുക്കൊരു ശ്രീജിത്തിനെ ഓർമ്മയുണ്ടാകും, വരാപ്പുഴയിലെ ശ്രീജിത്തിനെ ഓർമ്മയുണ്ടാകും. അങ്ങനെ ഒരുപാട് മനുഷ്യരെക്കുറിച്ചുള്ള കഥകളൊക്കെ വന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായത് ഓർമ്മയുണ്ടാകുമല്ലോ. അതാ മനോവീര്യം ശരി പോട്ടെ, പോയ സർക്കാരിൻ്റെ ഭൂതാവേശമാണെന്നോ മറ്റൊരു പ്രതികരണം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് ഇത്രയധികം പോലീസുകാർക്കെതിരെ നടപടി എടുക്കേണ്ടി വരുമ്പോൾ അത് ഏത് സർക്കാരിൻ്റെ ഭൂതാവേശത്തിൻ്റെ ബാക്കിപത്രമാണെന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം അവിടെ ഉണ്ടാകും. കാരണം ഇപ്പോഴും ഈ ക്രിമിനൽ മെൻറ്റാലിറ്റിയുള്ള പോലീസുകാർ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് എനിക്ക് പറയാനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മുൻപ് തന്നെ ഉണ്ടായിരുന്നൊരു കാര്യമാണ്. പോലീസിലെ സംഘടനാ പ്രവർത്തനം, രാഷ്ട്രീയ അതിപ്രസരമുള്ള സംഘടനാ പ്രവർത്തനം സാധാരണഗതിയിൽ ഉണ്ടാകാതിരുന്ന ഒന്നാണ്. പക്ഷെ അത് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ സമ്മർദ്ദ ശക്തിയായി മാറിയിട്ടുണ്ട് എന്നത് പ്രധാനമാണ്. കോൺഗ്രസിൻ്റെ കാലത്ത് വലിയ തോതിലുള്ള മരണങ്ങളുടെ കണക്കങ്ങ് പറഞ്ഞു. ആ മരണങ്ങളെ CPM അംഗീകരിച്ചിട്ടില്ല. ആ മരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാടെടുത്തൊരു പാർട്ടിയാണ്. അപ്പോൾ അധികാരത്തിൽ വരുമ്പോൾ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഓരോ മരണങ്ങൾക്കും കണക്ക് പറയുക, അല്ലെങ്കിൽ ഓരോ മരണങ്ങളും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അപലപിക്കുക, അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിമർശനങ്ങൾ ഇനി അത് ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുക എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഒരുമിച്ച് ഒരു വിഷയം അല്ലെങ്കിലും പറയേണ്ടിരുന്നത്, ഇതിനു മുൻപും തെലങ്കാന, ഇന്ത്യയിലെ മറ്റ് ഇടങ്ങളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും പരസ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി VRSൻ്റെ സർക്കാർ ഉണ്ടായിരുന്ന സമയത്ത് പരസ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് കേരളത്തിലൊരു ഇലക്ഷൻ സമയത്തായിരുന്നില്ല എന്നുള്ളതാണ്. ഇലക്ഷൻ സമയത്താകുമ്പോഴാണ് ഒരു ഫണ്ട് വിവാദം. അതിലൊരു പ്രശ്നമുണ്ട് മാധു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പത്രങ്ങൾക്കേ പണം കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കേരളത്തിലെ മുഴുവൻ അപ്പം ഞാൻ പറയും 2 പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് അവരെ നോർമലി മീഡിയ ബൈയിങ് എന്ന് പറയും. ഈ മീഡിയ ബൈയിങ് എങ്ങനെയാണ് നടക്കുന്നത്? പണം കൊടുത്ത് നമ്മുടെ ഭാഗമാക്കി വെക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം പണമുള്ള സ്റ്റേറ്റ് ഭരണത്തിൽ എല്ലാ പത്രങ്ങൾക്കും PRD റേറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും പത്രത്തിന് കൊടുക്കാൻ പറ്റത്തില്ല. എല്ലാ പത്രങ്ങൾക്കും ഞാനിപ്പോ ഇന്നലെ കേരളത്തിലെ പത്രങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസ് ഒന്ന് എടുത്ത് നോക്കിയായിരുന്നു. ആ പ്രൈസിന്റെ റേറ്റ് എത്രയാണെന്നറിയോ? 46 ലക്ഷമാണ്. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിന്റെ പത്രങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത്
49 ലക്ഷമാണ് ഈ പ്രധാനപ്പെട്ട പരസ്യത്തിന്. ആ സ്ഥലത്താണ് 2 കോടി 13 ലക്ഷം കൊടുക്കുന്നത്. മറ്റേ 1.5 കോടിയും 13 ലക്ഷം കൊടുക്കുന്നത് 50 ലക്ഷത്തിൽ താഴെ മാത്രം റേറ്റിൽ കേരള സർക്കാർ കൊടുക്കുന്ന പരസ്യം അത് 1.5 കോടി 2 കോടി കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്താ? ഇതിനാണ് പറയുന്നത് മലയാളത്തിൽ മീഡിയ ബൈയിങ്. അപ്പോൾ അതിന് നമ്മുടെ ഭാഗത്തുനിന്ന് വാർത്ത ചെയ്യാൻ വേണ്ടി ചെയ്യിക്കുക. വേറൊരു വിവാദം കൂടെ വന്നിട്ട് അതിൻ്റെ മറുപടി ഇപ്പോൾ ഒരു പ്രേക്ഷകൻ എനിക്ക് അയച്ചു തന്നതാണ്. അതായത് ഈ കോൺഗ്രസ്സുകാർ DYFI കൊടുത്ത പണത്തെക്കുറിച്ച് ചോദിച്ചല്ലോ, അതിപ്പോൾ കുരുക്കിലായിരിക്കുക. RTA പ്രകാരം കൃത്യമായിട്ട് 17-ാം തീയതിയും 5-ാം തീയതിയുമായിട്ട് അടച്ച മുഴുവൻ പണത്തിന്റെയും കൃത്യമായി കഴിഞ്ഞ ദിവസം അത് VK സനോജ് അടക്കം ഫേസ്ബുക്കിൽ കൃത്യമായി പങ്കുവെക്കുകയും ചെയ്തു. അപ്പോൾ അതുപോലെ റെസിപ്റ്റ് വേണമെന്നാണ്. ആ റെസിപ്റ്റ് ആണ് ഇപ്പോൾ DYFI അടച്ച 20 കോടി രൂപയുടെ അതിൽ മുട്ടാൻ പോകാതിരിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. അതിൽ മുട്ടിക്കഴിഞ്ഞു, അത് മുട്ടുകയും ചെയ്തു, ആ മുട്ടിയതിൽ മുറിവേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ തിരിച്ചു ചോദ്യം വരും, DYFI കൊടുത്ത 20 കോടിയുടെയും കൃത്യമായ കണക്കും ചെല്ലാനും ദാ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കോൺഗ്രസ് തുടങ്ങിയ ആപ്പ് എവിടെ? ആ ആപ്പിന്റെ സോപ്പ് എവിടെ? ആപ്പ് പോയിട്ട് സോപ്പെങ്കിലും കൊടുക്കുക. ആപ്പ് കൊടുത്തിട്ട് കലണ്ടർ തൂങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ആ കലണ്ടർ ചിത്രം കണ്ടിരുന്നു. അത് ഈ വീടിന്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് അപ്പൊ എല്ലാം നോക്കുകയാണ് പ്രിയങ്ക ഗാന്ധി. നോക്കിയിട്ട് പറയാ ഇവിടെ വെച്ചാൽ മതി. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ ഞാൻ സിദ്ദിഖിനെ അനുകൂലിക്കുന്ന ആളാണ്. സിദ്ദിഖ് അതിനകത്ത് വളരെ സത്യസന്ധമായി സിദ്ദിഖ് അവിടെ ഇടപെട്ടു എന്ന കാര്യത്തിലൊന്നും എനിക്ക് ഒരു സംശയമില്ല. മാത്രമല്ല സിദ്ദിഖിനെ അങ്ങനെ കൂവാൻ പാടില്ലായിരുന്നു നിലപാടെടുത്ത ആളാണ് ഞാൻ. പക്ഷേ സിദ്ദിഖ് വാർത്താ സമ്മേളനത്തിൽ അറിഞ്ഞു അറിയാതെ നിഷ്കളങ്കം കൊണ്ട് കാര്യം പറഞ്ഞു, ഞങ്ങൾ കല്ലിട്ടതല്ലേ ഉള്ളൂ, വീട് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, വിവാദങ്ങൾ മറികടക്കുമോ എന്നുള്ളതാണ്. 3 പേരുടെയും ഉത്തരം യെസ് എന്നാണ്, ഒരാൾ നോ. Meet the editors.